ഇപ്പോൾ നിങ്ങളുടെ പത്രവാർത്തകളിൽ കാണുന്ന ഹമാസും ഇപ്പോൾ ലോകം ഞെട്ടിക്കൊണ്ടിരിക്കുന്ന ലെബനോൻ ആക്രമണവും എവിടെ എത്തുമെന്ന പ്രവചന ഭാഗമായിരിക്കും ഈ രാത്രി ചിന്തിക്കുന്നത്. അതിൻ്റെ രണ്ടാം ഭാഗം നാളെ രാത്രി ചിന്തിക്കും. മൂന്നാം ഭാഗം വെളിപ്പാട് പുസ്തകം നിങ്ങൾ കണ്ടു. പേജർ, വാക്കി ടോക്കി ഇതെല്ലാം പൊട്ടിത്തെറിച്ചു. ഇനി മൊബൈലും പൊട്ടിത്തെറിക്കും, കമ്പ്യൂട്ടറും പൊട്ടിത്തെറിക്കും. ഒരു പക്ഷേ വീട്ടിലെ പാന് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പൊട്ടിത്തെറിക്കും. അതിനെ ആസ്പദമാക്കി വിശുദ്ധ വെളിപ്പാട് പുസ്തകം വരുംകാല സംഭവം ഇൻ്റർനെറ്റ് മർഡറും 9G എന്നൊരു ഭാഗമായിരിക്കും. സാറ്റലൈറ്റ് വഴി ഏത് രാജ്യത്ത് സൈബർ അറ്റാക്ക് നടക്കാമെന്നുള്ള ഒരു ഭാഗമായിരിക്കും നാം ചിന്തിക്കുന്നത്. ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് 2850 പേജറുകൾ പൊട്ടിത്തെറിച്ചു, വാക്കി ടോക്കി പൊട്ടിത്തെറിച്ചു. പല രാജ്യങ്ങളിലും ഇന്ന് മൊബൈലെടുത്ത് ഓഫ് ചെയ്ത് കട്ടിലിന് കീഴി വെച്ചിരിക്കുക, പൊട്ടിത്തെറിക്കുമെന്ന് പേടിയ. ഇതൊക്കെ വിശുദ്ധ ബൈബിളിലുണ്ടോ? യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവും അന്ത്യകാല സംഭവങ്ങളും എന്ന ഭാഗമായിരിക്കും 4 രാത്രിയും നാം പ്രതിപാദിക്കുന്ന വിഷയത്തിൽ ഒരു മാറ്റവുമില്ല. ക്ലിപ്ത സമയം ഇവിടെ നന്നിട്ടുണ്ട്. എന്താ സുവിശേഷ മഹായോഗം? കുറച്ച് പണം കിട്ടിയത് കൊണ്ടോ ദൈവം കുറച്ച് നന്മ തണ്ടത് കൊണ്ടോ അല്ല സുവിശേഷ മഹായോഗം നടത്തുന്നത്. എല്ലാ മക്കളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, പൂഴനാട്, ചെറേക്കോണം, കനാൻ ഹില്ലും എല്ലാവരും കർത്താവായി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. പ്രിയൻ്റെ വരവിൽ നിങ്ങളേവരും എടുക്കപ്പെടണം. നിങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടണം. കുടുംബങ്ങൾ സമാധാനമുണ്ടാകണം. നമ്മുടെ ദൈവാലയങ്ങളിൽ അനവധി പേർ മുട്ടുമടക്കണം. അതിനുവേണ്ടി ദൈവ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാ സുവിശേഷ മഹായോഗം. ദേശമയ യഹോവയുടെ വചനത്തെ കേൾക്കാം. കടക്കാം തിരുവചനത്തിലേക്ക്. സുന്ദരമായ ലോകം 7 വൻകര: ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. 262 ലോകത്തിലെ രാഷ്ട്രങ്ങൾ, ഏകദേശം 6000 ഭാഷ സംസാരിക്കുന്ന ലോക മനുഷ്യൻ, 800 കോടിയിലേക്ക് ലോക ജനസംഖ്യ. നാളെ ഇവിടെ എന്ത് ഭവിക്കുമെന്ന് ആർക്കും പ്രതിപാദിക്കാൻ വയ്യ. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കണ്ടു, ഒരു ഇര തേടുന്ന കഴുകൻ ആകാശത്തിൻ്റെ വികാസത്തിൽ പറക്കുന്നത് പോലെ സാമ്പത്തിക മണ്ഡലത്തിനകത്തും ലോകശാസ്ത്രങ്ങളുടെ നടുവിലും ആകാശത്തിൻ്റെ വിധാനങ്ങളിലേക്കുമെല്ലാം മനുഷ്യൻ കടന്നു കയറിയ ഒരു കാലമുണ്ടായിരുന്നു. അതിനെല്ലാം ഒരു വിരാമം കുറിച്ചുകൊണ്ട് 2019 ഒക്ടോബർ മാസം ചൈനയിലെ വുഹാനിൽ നിന്നിറങ്ങി 1 ഗ്രാം വൈറസ്, അൺസീൻഡ് വൈറസ്, ആർട്ടിഫിഷ്യൽ വൈറസ്, ബയോ വെപ്പൺ, 15 രൂപയുടെ സോപ്പിൻ്റെ കുമിള കൊണ്ട് കഴുകിക്കളയുന്ന വൈറസ് ലോകത്തിൻ്റെ താളഗതികളെ മാറ്റി. കഴിഞ്ഞ 3 വർഷത്തിന് പിറകിൽ പൂഴനാടും മണ്ഡപത്തിൻ കടവും കാട്ടാക്കടയും അതുപോലെ വീരണക്കാവും എല്ലാം കണ്ട്, പട്ടകുളമെല്ലാം കണ്ടു. എവിടെ തൊട്ടാലും വൈറസ്. നോട്ടിനകത്ത് വൈറസ്, പാൽ പാക്കറ്റിനകത്ത് വൈറസ്, വണ്ടിയുടെ കമ്പിയിൽ പിടിച്ചാൽ വൈറസ്. അവിടെയെല്ലാം വൈറസ് ആഞ്ഞടിച്ചപ്പോഴും ഇടുന്ന ഉടുപ്പിനകത്ത് വരെ വൈറസ് ആഞ്ഞടിച്ചപ്പോൾ ഇന്ന് രാത്രി വൈറസ് കടക്കാത്ത ഒന്ന് ഞങ്ങളുടെ കരങ്ങളിൽ ഇരിപ്പുണ്ട്. അതിൻ്റെ പേരാ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ടായി 15ാമത് കൺവെൻഷനും തിരുവചനം ഉയർത്തുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കോവിഡ് സാധാരണ സംഭവമല്ല. കാന്തൻ്റെ വരവിൻ്റെ ചാലുകൾ ശ്രദ്ധയോട് ആദ്യ ദിനം മുതൽ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഓരോ 100 വർഷവും ഒരു മഹാവ്യാധി വരും. 1800 മനുഷ്യകുലത്തെ ചൂടും മുടിച്ചുകൊണ്ട് അനവധി പേർ മരണത്തിൻ്റെ കരാളഹസ്തത്തിലേക്ക് തള്ളിവിട്ട ഒരു മഹാവ്യാധി ഇവിടെ വന്നു. അതിൻ്റെ പേരായിരുന്നു പ്ലേഗ്. പൂഴനാട് ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ, അപ്പുറത്തെ സ്കൂളിലെ കുഞ്ഞുങ്ങൾ, പഠിക്കുന്നവർക്കെല്ലാം അറിയാം. ലോകത്തെ ഞെട്ടിവിറപ്പിച്ച മഹാവ്യാധി 1800 പ്ലേഗ്. ഒരു 100 വർഷം മുന്നോട്ട് പോയപ്പോൾ 917 കാന്തൻ്റെ വരവിൻ്റെ ചാലുകൾ 3 നിറവേറി. അതിൽ ഒന്നാമത്തെ സംഭവമായി 917 വീണ്ടും ഒരു മഹാമാരി വന്നു. അതിൻ്റെ പേരാ സ്പാനിഷ് ഫ്ലൂ. 917 രണ്ടാമത്തെ കാര്യം, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ എന്ന് നിലവിളിച്ച യഹൂദൻ ആദ്യമായി ലോകത്തിൻ്റെ 5 വൻകരകൾ ചിതറി മടങ്ങി വരുന്നു. 1917 രാത്രി 11 അതിൻ്റെ പേരാ ആർതർ ബാൽഫോർഡ് ഡിക്ലറേഷൻ. ഒരു കാലത്ത് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ വേൾഡ് ഹിസ്റ്ററി ബിരുദം കിട്ടുമ്പോൾ പഠിക്കേണ്ട ഒരു ഭാഗമായിരുന്നു. ക്രിസ്ത്യൻ കോളേജിനകത്ത് അനവധി പേർ പഠിച്ചു കഴിഞ്ഞു. ആർതർ ബാൽഫോർഡ് ഡിക്ലറേഷൻ. 3 കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന ലോകത്തിൽ വരുന്നത് സമത്വം, സുന്ദരം, സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം. യേശുക്രിസ്തു വിഭാവനം ചെയ്ത ബൈബിളിൻ്റെ ഒരു ഭാഗം കടമെടുത്തുകൊണ്ട് കാറൽ മാർക്സ് എന്ന യഹൂദൻ, അവൻ്റെ കൂടെ മറ്റൊരു ചെറുപ്പക്കാരുണ്ടത് ഫ്രെഡറിക് എംഗൽസ്, അവർ കൊണ്ടുവന്നതായി കമ്മ്യൂണിസം അല്ലെങ്കിൽ മാർക്സിസം, വൈരുദ്ധ്യാത്മിക ഭൗതികവാദം. പക്ഷേ അത് ഇസ്രയേലിലല്ല പ്രാവർത്തികമായത്. ക്രെംലിൻ കൊട്ടാരം, റഷ്യയിലെ ഭീകരന്മാരായ ചക്രവർത്തികൾ തൊഴിലാളി സുഹൃത്തുക്കളെ അടിച്ചമർത്തുന്ന സാർ ചക്രവർത്തിമാർ, അവർക്കെതിരെ മാർക്സിൻ്റെ മുദ്രാവാക്യം
ഏറ്റെടുത്തുകൊണ്ട് 917 മെയ് 1-ാം തീയതി അതിനവധി തൊഴിലാളി സുഹൃത്തുക്കൾ യാത്രയായി അവർ വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്: സർവ്വലോക തൊഴിലാളികളെ സംഘടിച്ചു ശക്തരാകവേ. അന്ന് ആദ്യ റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം ഉലകത്തിൽ വരുന്നത്. കാന്തന്റെ വരവിന്റെ 3 ചാലുകൾ ബൈബിളുമായി: 1 ഒരു മഹാമാരി, 2 യഹൂദൻ അത്തിച്ചടി കുഴിച്ചു വെക്കുന്നു, 3 റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം. 102 വർഷം ലോകം മുൻപോട്ട് പോയി, വലിയ കുഴപ്പമില്ലായിരുന്നു. 102 വർഷം കഴിഞ്ഞപ്പോൾ 2019 ചൈനയിൽ നിന്നിറങ്ങിയ 1 ഗ്രാം വൈറസ് ലോകത്തിൻ്റെ താളഗതികളെ മാറ്റി. വിശുദ്ധ ബൈബിളിലുണ്ടോ എന്ന് അത് തന്നെ മത്തായി സുവിശേഷം ചിന്തിക്കും. യേശുക്രിസ്തുവിൻ്റെ ഉലൂമല പ്രഭാഷ കാന്തൻ്റെ വരവിൻ്റെ ചാലുകളുടെ നിവർത്തിയായി ചില സംഭവങ്ങൾ തൊടുത്തു വെക്കുമ്പോൾ എൻ്റെ നാഥൻ ഉലൂമല ശിഷ്യന്മാരോട് പറഞ്ഞു, മത്തായി 24-21, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടമെന്നാളിൽ ഉണ്ടാകും. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ് സച്ച് എ പാനിക് ഓർ പാൻഡമിക് സിറ്റുവേഷൻ നോട്ട് yet in rise in the human kingdom watching a simultaneous pestilence all over the world, transfer to America to India. കടലോരം മുഴുവൻ പിടിച്ചടക്കുന്ന ഒരു മഹാവ്യാധി ഇവിടെ വരും. ഇത് അവസാനിച്ചിട്ടില്ല. പൂഴ്നാടുകാർ നോവൽ കൊറോണ തുടങ്ങി ഒമിക്രോൺ വരെ കണ്ടു. ഇന്ന് രാത്രി നിങ്ങളുടെ പത്രം, മാധ്യമം, ICMR ഇന്ത്യയുടെ കണക്ക് 27 ലോകരാഷ്ട്രങ്ങളിൽ ഇപ്പോഴും ഈ കോവിഡിൻ്റെ പിറകിൽ പനി. അമേരിക്ക JN2, അതുപോലെ ഇന്ത്യയിലും കട്ടി കുറഞ്ഞ പനി JN1. അങ്ങനെയെങ്കിൽ കോവിഡിൻ്റെ മറവിൽ കാന്തൻ്റെ വരവിൻ്റെ ചാലുകൾ നിറവേറുന്നു. ഒരു ട്രെയിൻ പുറപ്പെടുന്നതിന് മുമ്പ് ചില മുന്നറിയിപ്പ് പോലെ, ഒരു വിമാനം ആകാശത്തിനകത്ത് കയറുന്നതിന് മുമ്പ് ചില മുന്നറിയിപ്പ് പോലെ കർത്താവിൻ്റെ വരവിൻ്റെ ചാലുകൾ ഇവിടെ നിറവേറുന്നു. അതിനാസ്പദമായി 2023 ഇന്ത്യയും ബഹിരാകാശവും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, PSC സ്റ്റുഡൻസ് എല്ലാം ശ്രദ്ധിക്കാം. 2023 ദ എയർ സ്പേസ് വിത്ത് ഇന്ത്യ, ബഹിരാകാശവും ഇന്ത്യ. 2023 ഒന്നാമത്തെ പരിവേഷണം. അതാ 3.25 ലക്ഷം കിലോമീറ്റർ ഉള്ള ചന്ദ്രനെ പിടിക്കുവാൻ ഒരു റോക്കറ്റിനകത്ത് 36 ഉപഗ്രഹവുമായി ഇന്ത്യ യാത്രയായി. ആ പരിവേഷത്തിന് പേരിട്ടു ചന്ദ്രയാൻ. ആ റോക്കറ്റ് അവിടെ ഇറങ്ങി ഉപഗ്രഹങ്ങളെ വിന്യസിച്ചു. ഇന്ന് രാത്രി നമ്മുടെ കനാനിൽ കൺവെൻഷൻ നടക്കുമ്പോൾ അതിനകത്തുനിന്നൊരു ക്യാമറ ഇറങ്ങി, വിക്രം ലാൻഡർ, അത് ചന്ദ്രൻ്റെ പടമെടുത്ത് ISROയ്ക്ക് അയച്ചു കൊടുക്കുന്നു. ഇന്ത്യയും ചന്ദ്രനും. ഇന്ന് രാത്രി നമ്മുടെ യോഗം നടക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് 2023 15 കോടി കിലോമീറ്റർ കത്തിപ്പിടിക്കുന്ന സൂര്യനെ പിടിക്കുവാൻ ഇന്ത്യ അടുത്ത ഉപഗ്രഹത്തെ വിട്ടു. പേരുമിട്ട് ഗഗൻയാൻ. ഉപഗ്രഹത്തിൻ്റെ പേര് ആദിത്യ 3. 15 കോടി കിലോമീറ്റർ സൂര്യനും ഭൂമിയും. ഏകദേശം 15 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞ് ആദിത്യ പടമെടുത്തുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ സംഭവമായി ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി 2023 പറഞ്ഞൊരു കാര്യത്തിൻ്റെ നടപടിയായി ഇന്ത്യയും മുൻപോട്ട് പോകുന്നു. എന്താ? മനുഷ്യനെ ചൊവ്വയിലെത്തിക്കാൻ. ചൊവ്വയുടെ പ്രത്യേകത എന്താ? സൂര്യനോടടുത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളിൽ ഒരെണ്ണം ചൊവ്വ. 5.25 കോടി കിലോമീറ്റർ ദൂരം. അവിടത്തേക്ക് പോകുവാൻ മലയാളി തയ്യാറെടുക്കുന്നു. നിങ്ങളുടെ മൊബൈലിലെല്ലാം വന്നു മാർസ് 1. പൂടനാട് സ്കൂളോ കാട്ടാക്കട സ്കൂളോ അല്ലെങ്കിൽ വാഴിച്ചാൽ ഇമ്മാനുവൽ കോളേജിലോ അവരോട് ചോദിച്ചാൽ മതി, മാർസ് 1 അല്ലെങ്കിൽ ചൊവ്വയിലേക്ക് മനുഷ്യൻ പോകുന്നു. പാലക്കാടുകാർ ലേഖ ശ്രദ്ധ. തിരുവനന്തപുരം സ്വദേശി രാകേഷും പൂജപ്പുരക്കാരന് ചൊവ്വയിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുന്നു. ബൈബിൾ പ്രവചനങ്ങൾ നിവർത്തിയാകുന്നു. മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക്. അപ്പോൾ തന്നെ മൈക്രോചിപ്പിൻ്റെ ഉപജ്ഞാതാവ് എലോൺ മസ്ക് പറഞ്ഞൊരു കാര്യമുണ്ട്: പണം തന്നാൽ 10 ലക്ഷം പേരെ ഞാൻ ചൊവ്വയിലേക്ക് കൊണ്ടുപോകാം. ശാസ്ത്രം തയ്യാർ ചൊവ്വയിലേക്ക്. പൂഴിനാട് പൈസയുള്ളവർക്കൊരു സന്തോഷ വാർത്ത. ചൊവ്വയിൽ പോയി വൈകിട്ട് നേരം ഇരട്ടിയാൽ രാവിലെ നേരം വെളുക്കത്തില്ല. പിന്നെ 4 മാസം കഴിഞ്ഞാൽ നേരം വെളുക്കുന്നത്. ഉറങ്ങാൻ താല്പര്യമുള്ളവർ പോയാൽ 4 മാസം കമ്പിളിയുമായിട്ട് നല്ല സുന്ദരമായിട്ട് ചൊവ്വയിൽ ഉറങ്ങാം. ഒരു രാത്രി സൂര്യൻ അസ്തമിച്ചാൽ 120 ദിവസം കഴിഞ്ഞ് സൂര്യൻ വെളുക്കത്തോള്. വല്ല ചാപ്പാടും കഴിച്ചിട്ട് കമ്പിളി അടിച്ച് കിടക്കുന്നവർക്ക് അവിടെ പാവും. അതിൻ്റെ പേരാ മാർസ് 1. മനുഷ്യൻ ചൊവ്വയിലേക്ക് പോകാൻ തയ്യാർ. 4-ാമത്തെ കാര്യം, നിങ്ങൾ ഇന്ന് ഈ ഗ്രൗണ്ടിലിരിക്കുമ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ ശാസ്ത്രജ്ഞ സുനിത വില്യംസ് വീണ്ടും മധ്യാകാശ അവിടെ നിന്ന് സുന്ദരമായ പടങ്ങൾ നാസയ്ക്ക് അയച്ചു കൊടുക്കുന്നു അമേരിക്കയ്ക്ക്. 5-ാമത്തെ കാര്യം, ഇവിടെ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് 2023 ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ, ബാംഗ്ലൂർ ISRO അതിൻ്റെ ചെയർമാൻ ES സോമനാഥ് സാർ എല്ലാവരെയും വിളിച്ച് ഗ്രൗണ്ടിൽ കൂട്ടിയിട്ട് പറഞ്ഞു, എന്നും ഇങ്ങനെ നമ്മൾ പോയി പേടകം ശരിയാക്കണ്ടോ, അവിടെ ഒരു ബേസ് സ്റ്റേഷൻ തുടങ്ങിയാൽ നല്ലത്. വി നീഡ് എ ബേസ് സ്റ്റേഷൻ അറ്റ് ദ സ്പേസ്. അഥവാ കാട്ടാക്കട ചൂണ്ടുപലകയിൽ ഒരു തട്ടുകട തുടങ്ങുന്നത് പോലെ ഇന്ത്യ ശൂന്യാകാശത്ത് സുന്ദരമായി ബേസ് സ്റ്റേഷൻ തുടങ്ങാൻ പോകുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി അതിന് ഇന്ന് അംഗീകാരം കൊടുത്തു കഴിഞ്ഞു. വിശുദ്ധ ബൈബിളിലുണ്ടോ കർത്താവിൻ്റെ വരവും അന്ത്യകാലം? ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം 25 നിങ്ങൾക്ക് എവിടെയും ഉയർത്തി കാണിക്കാം. വിശുദ്ധ ബൈബിൾ. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മഹാലക്ഷ്യങ്ങൾ ഉണ്ടാകും. ദാ കോവിഡാനന്തര ലോകം.
അതിനോടനുബന്ധിച്ച് അടുത്ത വാക്യം തിരുവനന്തപുരത്തുകാർ ശ്രദ്ധിക്കാം. അതിൻ്റെ പേര് കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂസീമവാസികൾക്ക്. അതിനാ മനോരമ പത്രക്കാരൻ പറയുന്നു, കള്ളക്കടൽ, കള്ളിക്കടൽ, 6 മീറ്റർ തിരമാല കയറും. വിഴിഞ്ഞത്ത് പൂവാറിൽ ശാന്തമാമയുടെ കലയെല്ലാം തിരമാല കൊണ്ടുപോയി, ശംഖുപുലത്തെ കല്ലും കൊണ്ടുപോയി, സകലതും തിരമാല കൊണ്ടു. വരാൻ പോകുന്നു വീണ്ടും സുനാമി. കാന്തൻ്റെ വരവിൻ്റെ ചാലുകൾ കോവിഡിൻ്റെ മറവിൽ. രണ്ടാമത്തെ സംഭവം ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് രാത്രി വചനത്തിലേക്ക് ബാക്കി നാളെ. ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് ഏതെങ്കിലും ആശുപത്രി പോയാൽ മനുഷ്യൻ്റെ വണ്ടിയുടെ സ്പെയർ പാർട്സ് മാറ്റുന്നല്ല, കിഡ്നി മാറ്റാം, കരൾ മാറ്റാം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൃദയത്തിൻ്റെ അറകൾ പടപട മാറ്റാം, മുട്ടുമാറ്റി വെക്കാം, കണ്ണിൻ്റെ റെറ്റിന വരെ ഓട്ടോമാറ്റിക് ചെയ്യുന്ന ആശുപത്രികൾ തയ്യാറായി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ഈ കൺവെൻഷനിലിരിക്കുമ്പോൾ ചൈനയിലെ ഹാർബിൻ മെഡിക്കൽ സെൻറ്റർ, അവിടെ ഒരു അപ്പച്ചൻ ഡോക്ടർ 72 വയസ്സുകാരൻ, അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പേഷ്യൻറ്റിനെ കിട്ടി. 27 വയസ്സുകാരൻ, അദ്ദേഹത്തിൻ്റെ പേര് സ്മിർനാവോ വാലിഡോ. അവനൊരു റഷ്യക്കാരൻ, അവൻ്റെ തലയിലോട്ട് രക്തം പോകുന്നില്ല, അവൻ ജീവച്ഛവുമായിരിക്കുന്നു. കഴുത്ത് തുളച്ചപ്പോൾ വെള്ളം കൊടുക്കുന്ന ആ ചെറുപ്പക്കാരനോട് പറഞ്ഞിരിക്കുന്ന കാര്യം, നീ കവലപ്പെടേണ്ട, ഒരരുമയാന തല എങ്കിൽ നിന്ന് എനിക്ക് കിട്ടിയാൽ നിൻ്റെ തല അറുത്തിട്ട് ആ തല ഞാൻ വെച്ച് മാറ്റാം. 8 മണിക്കൂർ മതി തല കുത്തിക്കെട്ടാൻ. ഹൃദയത്തിന് വെന്റിലേറ്റർ ശ്വാസം കൊടുത്തുകൊണ്ട് നെർവസ് സിസ്റ്റത്തെ വൈൻഡ് ചെയ്യാൻ കപ്ലിംഗ് ചെയ്യുന്ന 8 മണിക്കൂർ കൊണ്ട് സർജറി ചെയ്യാൻ ലോകം തയ്യാർ. എല്ലാ പത്രങ്ങളിലും വാർത്ത വന്നു, ഇനി തല മാറ്റിവെക്കാൻ ശാസ്ത്രം തയ്യാർ. 2027 കാണാൻ വന്നു ചൈനയിലെ ഹാർബിൻ മെഡിക്കൽ സെൻറ്റർ. അപ്പച്ചൻ ഡോക്ടർ സർജിയാവോ കനവോരോ ചെറുപ്പക്കാരൻ, 27 വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ തല മാറ്റാൻ പോന്നു. ഇപ്പോൾ ഡോക്ടർ പൂച്ചയുടെ തല മാറ്റി, എലിയുടെ തല മാറ്റി. ഇപ്പോൾ ഡോക്ടറിന് ആകെ ഒരു സംശയം, കുഞ്ഞമ്മാമ്മയുടെ തലയെടുത്ത് ഈ പയ്യന് വെച്ചാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് ആദ്യം പേടിക്കുന്നു. ശാസ്ത്രലോകം തയ്യാറെടുക്കുന്നു മനുഷ്യൻ്റെ തല മാറ്റാൻ. ഇതൊരു അന്ത്യകാലം. ദാനിയേൽ പ്രവചനം 12. അന്ത്യകാലത്ത് മനുഷ്യൻ്റെ ജ്ഞാനം വർദ്ധിക്കും. കോവിഡാനന്തര ലോകം. ഒരിക്കൽ കൂടി 15ാമത് പൂർണ്ണാട് കൺവെൻഷൻ ഇരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളോട് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ദാസനാകുന്ന ഞാൻ അക്കമിട്ട് പറയുന്നു, കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കോവിഡിന് മുൻപിൽ നിങ്ങളുടെ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായവിട്ട് അനന്തതയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ കാന്തൽ കന്ത്യാകാശത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ ഈ വ്യാഴാഴ്ച രാത്രി സ്വർഗമുഖത്തേക്ക് നോക്കി പറയൂ, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന തലകളെ ഉയർത്തുവേ. കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാ. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. കനാൻ ഹിൽ ദൈവമക്കളെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം. എവരിവൺ ഓപ്പൺ യുവർ ബൈബിൾ ഇൻ ദിസ് ഈവനിംഗ് വി ആർ സ്റ്റഡി ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 6-7. വായിച്ചട്ടെ. മത്തായി 24:6-7. എല്ലാവരും ബൈബിൾ തുറന്നാട്ട്. മത്തായി സുവിശേഷം 24:6-7 വാക്യങ്ങൾ. കുഞ്ഞു വയസ്സയച്ചട്ടെ മൈക്ക് കൂടെ. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേ. അത് സംഭവിക്കേണ്ടത് തന്നെ. ഇതെല്ലാം പൂഴനാടൊക്കെ സംഭവിക്കണം. അതുകൊണ്ട് റബ്ബർ തോട്ടം വിട്ടിട്ട് ആരും ഒന്നും പോകരുതേ. സ്തോത്രം. ഇതൊക്കെ ഇവിടെ സംഭവിക്കേണ്ടത്. ഇത് കണ്ടിട്ട് ഉള്ള വണ്ടിയും റബ്ബർ തോട്ടം ഒന്നും വിറ്റുകളയരുത്. ചുളുവി മേടിക്കാൻ ആൾക്കാർ വരും. ഇതൊക്കെ ഇവിടെ നടക്കും. വെക്കുകയൊന്നും ചെയ്യരുത്. അടുത്ത ഇതൊക്കെ സംഭവിക്കേണ്ടത് തന്നെ. അടുത്തത്, എന്നാൽ അത് അവസാനമല്ല. ദിസ് ഈസ് നോട്ട് ഗോയിങ് ആൻ എൻഡ്. ഈ ലെബനോൻ ഇസ്രായേലൊക്കെ കണ്ടിട്ട് ഇതൊരു അവസാനമൊന്നുമല്ല. അടുത്ത വാക്ക്, ജാതി ജാതിയോടും. അതാ മക്കളെ, മണിപ്പൂർ, ബിഷൻപൂർ, ചുരാചമന്തൂർ, ഇംഫാൽ ഇന്നും കത്തുന്നു. പ്രധാനമന്ത്രി വിചാരിച്ചിട്ട് ഒന്നും നടക്കത്തില്ല. ജാതി ജാതിയോട്, കാസ്റ്റ് ടു കാസ്റ്റ്. ദെൻ വായിച്ചോട്ടെ. രാജ്യം രാജ്യത്തോടും എതിർക്കും. ഇന്ന് രാത്രി കോവിഡാനന്തര ലോകം. അടുത്തത്, ക്ഷാമവും മതി. ഇതാ, നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിക്കാനുള്ളത് തന്നെ. ജാതി ജാതിയോട് എതിർക്കും, രാജ്യം രാജ്യത്തോട് എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭം. ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ ഇതായിരിക്കും നമ്മുടെ ഈ വർഷത്തെ കൺവെൻഷൻ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാൻ. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ശ്രുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിന്റെ ശ്രുതികളിൽ മേൽ വസിക്കുന്ന പ്രിയന്റെ കരം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി വെളിപ്പെടുന്നതിന് വേണ്ടി കുഞ്ഞുങ്ങൾ പാട്ടുപാടി, കർത്തൃദാസന്മാർ പ്രാർത്ഥിച്ചു.
നമുക്ക് വലിയ സന്തോഷമൊന്നും കനാനിലില്ല, പേരേക്കോണത്തുമില്ല, പൂഴനാടുമില്ല. നിങ്ങൾക്ക് ഈ വയനാടെന്ന് പറയുന്ന ഒരു സ്ഥലം മനസ്സിലാക്കണം. കൃപയാൽ അനവധി രാത്രികളിൽ എനിക്ക് പ്രസംഗിക്കുവാൻ ഭാഗ്യം ലഭിച്ചു. മാനന്തവാടിയും ബത്തേരിയും കൽപ്പറ്റയും ബാണാസുര സാഗർ ഡാം കൺവെൻഷൻ, സുൽത്താൻ ബത്തേരി, മീനങ്കാടി, അതിനുശേഷം മേപ്പാടി, താഴെയും പോയി പ്രസംഗിക്കാൻ ദൈവം കൃപ ചെയ്തു. മേപ്പാടി എന്ന് കണ്ടാൽ 4 മലകൾ നമ്മൾക്ക് കാണാം. ഒന്ന് ചൂരൽ മല, അടുത്തത് മുണ്ടക്കൈ, അപ്പുറത്ത് വെള്ളാർമട്ടം, അതിനപ്പുറത്ത് നിലമ്പൂരിനോട് ചേർന്ന് പുത്തുമല. ഒരു ജില്ലയുടെ അതിർത്തിയാ മേപ്പാടി. ഒരു രാത്രി എല്ലാ മക്കളും കേട്ടാട്ടെ, 12:30 മണിക്ക് കുഞ്ഞുങ്ങളെയും പുതപ്പിച്ചുകൊണ്ട് അപ്പച്ചന്മാരും അമ്മച്ചുമാരും ചെറുപ്പക്കാരികളും എല്ലാം ഉറങ്ങി. ഒന്ന് സംഭവിച്ചു, ഭൂമിക്കടിയിൽ ഒരു പൊട്ടലുണ്ടായി. ഭൂമി പടുപട പൊട്ടും, കിടുകിട കീറും, മത്തനെ പോലെ ചാഞ്ചാടും, കാവൽമാടം പോലെ ആടും, അത് വിറയ്ക്കും, വീഴും, എഴുന്നേൽക്കയില്ല. 3:30 കഴിഞ്ഞപ്പോൾ രണ്ടാമതുരുൾ പൊട്ടി. 4 മലകളിൽ നിന്ന് പടപട കുടിലുകൾ താഴേക്ക്. ആയിരങ്ങൾ പച്ച ജീവനത്തിൽ വെള്ളത്തിനകത്ത് ഒളിച്ചുപോയി. കണ്ട കാഴ്ച പ്രിയപ്പെട്ടവരെ, 400-ൽ പരം പേരെ കണ്ടു, 78 പേരെ ഇന്നും കണ്ടില്ല. അതല്ല ദുരന്തം. 2-ാം ദിവസം കഴിഞ്ഞപ്പോൾ നിലമ്പൂരിൻ്റെ മണ്ണിൽ കൂടി ഒരു മലയെന്ന് വരുന്ന ഒരു വീഴുന്നുണ്ട്. പുത്തുമലയെന്ന് വരുന്നത് ആ ചാലിയാറിനകത്ത് മനുഷ്യൻ്റെ കണ്ണ് വേറെ, കൈകൾ വേറെ, ഉദരം വേറെ, ഭാഗങ്ങൾ ഇങ്ങനെ ഒലിച്ചു പോകുന്ന കാഴ്ച നിങ്ങളുടെ ടെലിവിഷൻ ചാനലിൽ കണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ, കള്ളിക്കാടും ഒരു ഭൂകമ്പം വരാമായിരുന്നു. പൂഴനാട് ഭൂമിയൊന്ന് കുലുങ്ങാമായിരുന്നു. മണ്ഡപത്തിൻ കടവിലും ചില സംഭവങ്ങൾ സംഭവിക്കാമായിരുന്നു. എന്നാൽ അതിൻ്റെ നടുവിൽ നിന്ന് ഇന്ന് രാത്രി എൻ്റെ കുടുംബത്തെ, എൻ്റെ ദേശത്തെ കണ്ണുനീരിലും കാലിന് വീഴ്ചയിൽ നിന്ന് പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി ഈ 2024 ഒരു കൺവെൻഷൻ കൂട്ടങ്ങൾക്ക് ഇന്ന് രാത്രി എൻ്റെ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന കർത്താവിന് കോടാനുകോടി സ്തോത്രം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി വീട് തന്നിട്ടല്ല, കാറ് തന്നിട്ടല്ല, ഇന്ന് രാത്രി നമ്മളെ ഗ്രൗണ്ടിനകത്ത് കൊണ്ടുവന്ന ദൈവത്തിൻ്റെ കൃപയോർത്ത് എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. കൊയ്ത്തുകാലത്തൊക്കെ ഈ യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുക. പഴയ നിയമത്തിന്റെ മരണത്തിന്റെ നദിയായി യോർദാന്റെ വക്കത്ത് ആരെങ്കിലും കാൽ ചവിട്ടിയാൽ കാൽ പുതഞ്ഞ് അവർ മരിച്ചു വീഴും. ആ സമയത്ത് ഒരുവന്റെ കയ്യിലേക്ക് ഭരണം കൊണ്ടുവന്ന് മോശ മാറിപ്പോയി. യോശുവയുടെ കയ്യിലേക്ക് ഇസ്രായേൽ പാളയത്തിന്റെ ചുമതല കൊടുത്തു. യോശുവ പറഞ്ഞു, അയ്യോ എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല. സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, മോശയോട് കൂടെ ഇരുന്നത് പോലെ എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഊളിയക്കാര, അരുമയാന വാലിബനെ, ഇന്ന് രാത്രി ഡോക്ടറേറ്റ് അല്ല വലുത്, PhD അല്ല വലുത്, അവന്റെ ബലമുള്ള കൈക്കീഴിൽ നീ താഴ്മയോടെ ഇരിക്കുമെങ്കിൽ പാളയത്തെ വിടുവിക്കുവാൻ ഇന്ന് രാത്രി യോശുവയുടെ കരം തൊട്ട കരം ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങൾ നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അവൻ 5 കാര്യങ്ങൾ ചെയ്തു. 1 വചനം, 2 വിശുദ്ധിയുടെ ഉപദേശം, 3 രാത്രിയിൽ ഇരുപിടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു, 4 ഒരു പ്രവചനം പറഞ്ഞു. കുഞ്ഞുങ്ങളെ ഭാരപ്പെടണം, നാളെ യഹോവ നമ്മുടെ ഇടയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ആഴി എന്തെന്നറിയാതെ, ആഴമെന്തെന്നറിയാതെ ഒരു കൂട്ടം പുരോഹിതന്മാർ നിയമത്തിന്റെ പെട്ടകവുമായി പഴയ നിയമ നദിയുടെ യോർദാന്റെ വക്കിലെത്തി. നാട്ടുകാർ പറഞ്ഞു അവർ മരിച്ചു വീഴും, വീട്ടുകാർ പറഞ്ഞു വീഴും, ഈ ചെളിക്കകത്തകർ പുതഞ്ഞു പോകും. എന്നാൽ നിയമത്തിന്റെ പെട്ടകം തോളിലകത്തുള്ളവന്റെ കാലവിടെ ചവിട്ടിയപ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറത്ത് അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവന്റെ പ്രവൃത്തി ഇറങ്ങി. ഈജിപ്തിനകത്ത്, അരാബായ്ക്കകത്ത് ഉപ്പുവെള്ളത്തെ ചിറ പോലെ കെട്ടി നിർത്തിയെങ്കിൽ இந்த കൺവെൻഷൻ കൂട്ടങ്ങളുടെ முதலாவது இரவு இந்த ഗ്രൗണ്ടിനകത്ത് ആണ്ടവരൻ വല്ലമായി നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരുമ്പോൾ, ഓ ഹല്ലേലൂയ, കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിന് ഇന്ന് രാത്രി മറുപടി തരുക. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുകയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ, നാളുകളായി നിന്നെ മറുകര കടത്തയിൽ നിന്ന് ഊട്ടപ്പിശാച് വാത് കെട്ടിയ യോർദാന്റെ ഒഴുക്കുകൾ മാറ്റുക. ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് ഇറങ്ങി വന്ന കരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെടുക. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുക. വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ പോരുകളെയും കാൽവരുടെ കൊലകളത്തെ തകർത്തുയർത്തുന്നിട്ട് യേശുവിന്റെ നാമം ഇന്ന് രാത്രി എനിക്കെതിരെ ഹല്ലേലൂയ ഇറങ്ങി വരുമ്പോൾ എൻ്റെ കുടുംബത്തെ കെട്ടിയ, എൻ്റെ കുഞ്ഞുങ്ങളെ കെട്ടിയ, എൻ്റെ ഭാവിക്ക് കെട്ടിയ മന്ത്രവാദ കെട്ടുകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിയുന്ന രാത്രിയായി മാറട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സായം സന്ധ്യയ്ക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. എല്ലാവരും ബൈബിൾ തുറക്കാം. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ ബൈബിൾ. പുതിയ നിയമത്തിൽ 262 അധ്യായങ്ങൾ. ഇന്ന് രാത്രി പുതിയ നിയമത്തിലെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ തലമായ മത്തായി സുവിശേഷമാണ് വായിച്ചത്. പുതിയ നിയമത്തിൽ സുവിശേഷത്തിൻ്റെ 4 ഭാഗങ്ങൾ, മത്തായിയും മർക്കോസും ലൂക്കോസും യോഹന്നാനും.
യേശുക്രിസ്തുവിനെ പറ്റി ഈ 4 ഭാഗങ്ങൾ: 1 മശിഹാത്വം, 2 ദാസത്വം, 3 ദൈവത്വം, 4-ാമത്തെ കാര്യം മനുഷ്യത്വം. ഇതാ രേഖപ്പെടുത്തിയിരിക്കുന്ന മത്തായി സുവിശേഷത്തിൻ്റെ പ്രത്യേകത. എല്ലാവരും ശ്രദ്ധയോടെ AD 37 ക്രൂശീകരണത്തിന് ശേഷം മത്തായി എന്ന എഴുത്തുകാരൻ കൂടി എഴുതിയത് മത്തായി സുവിശേഷം. 1278 വാക്യങ്ങൾ, 28 അധ്യായങ്ങൾ, 5 ഭാഗങ്ങൾ മത്തായി സുവിശേഷം. 1 അതിനോടനുബന്ധിച്ച് യേശു, 2 അമ്മ മറിയ, 3 സ്നാപക യോഹന്നാൻ, 4 ഹെരോദാവ്, 5 പീലാത്തോസ്. 5 പട്ടണങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നു. 1 ബേത്ലഹേം, 2 ശമരിയ, 3 യഹൂദിയ, 4 കാൽവറി മല, 5 ഒലിവ് മല. ഇതിൻ്റെ പ്രത്യേകത യേശുക്രിസ്തുവിൻ്റെ 5 ആളത്വങ്ങൾ ഇതിനകത്ത്. 1 അവൻ്റെ ജനനം, 2 ജീവിതം, 3 മരണം, 4 ഉയർത്തെഴുന്നേൽപ്പ്. 5-ാമത്തെ കാര്യം ഞങ്ങളും പ്രസംഗിക്കത്തില്ല, ആരും പറയത്തില്ല. അതാ അവൻ രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരുമെന്ന് സുവിശേഷങ്ങളിൽ. അതിനോടനുബന്ധിച്ച് അധ്യായം 1 വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വംശാവലി ശ്രദ്ധയോടെ ഇരിക്കണമേ. അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശുക്രിസ്തു വരെ 14, 42 വംശങ്ങളുടെ വംശാവലിയ അതിനകത്ത് രേഖപ്പെടുത്തിയത്. അധ്യായം 2 മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടണമെങ്കിൽ അവൻ ജനിക്കണം. എവിടെ? പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ അവസാന 2 ഭാഗങ്ങൾ സെഖര്യാ പ്രവചനം 38, 39, മലാക്കി. 400 വർഷം ഇരുണ്ട കാലഘട്ടം കഴിയുമ്പോഴാണ് പുതിയ നിയമം തുടങ്ങുന്നത്. പഴയ നിയമത്തിൻ്റെ പ്രത്യേകത അധ്യായം മത്തായി 2-ന്റെ പ്രത്യേകത യേശുക്രിസ്തുവിൻ്റെ ജനം, ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. എന്താ? ആടിൻ്റെ പരമയാഗം. എല്ലാവരും ശ്രദ്ധയോടെ. ഇതാ നമ്മുടെ പ്രസംഗം. ഏതെൻ്റെ പൂങ്കാവനത്തിൽ സർവശക്തനായ ദൈവം ആദമ്യ കുടുംബത്തെ ഉണ്ടാക്കി നന്മയുടെയും തിന്മയുടെയും ഫലം ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ പുറത്തു പോകും. സർപ്പം കൗവയെ ഉപായത്തിൽ ചതിച്ചുകൊണ്ട് തോട്ടത്തിൻ്റെ നടുവിൽ നിന്ന് നന്മയുടെയും തിന്മയുടെയും ഫലം ഭക്ഷിച്ചുകൊണ്ട് അവർ 2 പേരും തോട്ടത്തിന് പുറത്തായി. ദൈവം കൊടുത്ത രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെടുത്തി, തേജസ്സിൻ്റെ വസ്ത്രം നഷ്ടപ്പെടുത്തി, മരം ഒരു ആട കൊണ്ട് നഗ്നത മറച്ച് തോട്ടത്തിന് പുറത്തു പോയി. 1-ാമത്തെ കുടുംബം പാപം. 2 എവിടെ പാപത്തിന് പരിഹാരമായി പരമയാഗം തുടങ്ങി. കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാം 1800 കിലോമീറ്റർ വാഗ്ദത്തക്കന് വാർദ്ധക്യകാലത്തെ ഒരു കുഞ്ഞിനെ കിട്ടി, ഇസഹാക്ക് പക്വതയുടെ വീട്ടിനകത്ത് വളരുമ്പോൾ അബ്രഹാമിനൊരു മറുപടിയായി സ്വർഗത്തിൻ്റെ സന്ദേശം. ഈ പൈതലിനെ കൊണ്ടുപോയി മോറിയാദേശത്തുള്ള മലയിൽ കൊണ്ടുപോയി യാഗപീഠത്തിനകത്ത് സമർപ്പിക്കണം. അബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവിനോട് ഒന്ന് ഭയപ്പെട്ട് ചോദിച്ചു, പക്ഷേ ഇല്ല, ഇവനെ തന്നെ കൊണ്ടുപോകണം. അപ്പോൾ അബ്രഹാം പൈതലിൻ്റെ കയ്യിൽ ഒരു പ്രഭാതത്തിൽ വിറകും കെട്ടും തീയുടെ കനലും ഒക്കെ എടുത്തു കൊടുത്തു. സ്വോത്രം. അബ്രഹാം ഇത് കൊടുത്തപ്പോൾ ഇസഹാക്ക് നേരെ പഴപ്പോഴി യാഗത്തിന് ആടിൻ്റെ കയറ് പിടിക്കുന്നത്. ഇസഹാക്ക് ചോദിച്ചൊരു കാര്യമുണ്ട്, അപ്പാ വിറകുണ്ട്, കത്തിയുണ്ട്, യാഗപീഠത്തിനകത്ത് സമർപ്പിക്കേണ്ട മൃഗം എവിടെ? അബ്രഹാം പറഞ്ഞു, മോനെ ഭാരപ്പെടേണ്ട, യഹോവ കരുതിക്കൊള്ളു. അബ്രഹാമിൻ്റെ അകത്തൊരു ചങ്കൂറ്റമുണ്ടായിരുന്ന മക്കള്. 99-ാമത്തെ വയസ്സിൽ ഇല്ലായ്മയിൽ നിന്ന് എൻ്റെ ഞരമ്പിനകത്ത് ശക്തി ഇറങ്ങി ഒരു പൈതലിനെ ദൈവം തന്നെങ്കിൽ ഇവനെ യാഗപീഠത്തിനകത്ത് ചാമ്പലാക്കിയാലും അതിൻ്റെ നടുവിൽ നിന്ന് ഇസഹാക്കിനെ ഉയർത്തിക്കൊണ്ടുവരുവോ. ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസൻ എൽ ഷദ്ദായ്, സകലത്തിനും മതിയായവൻ. അവർ 3 ദിവസത്തെ വഴിദൂരമായി യാത്രയായി. പ്രസംഗം ശക്തിയോടെ നിങ്ങളുടെ നെഞ്ചിലേക്ക് കയറട്ടെ. അവർ അവിടെ ചെന്നു. അബ്രഹാം അവസാനമായി ഈ കുഞ്ഞിന് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് കാണും. നാടൻ ഭാഷ. വിറക് കെട്ടിനകത്ത് അവനെ അടുക്കി കൈകാലുകൾ കെട്ടിബന്ധിച്ചു. എന്താ ഇവൻ ഓടാതിരിക്കാൻ. അവസാനമായി പ്രാർത്ഥനയുടെ കത്തി ആകാശത്തിൻ്റെ മണ്ഡലത്തിലേക്ക് ഉയർത്തി നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ സ്വർഗത്തിൻ്റെ ഒരു ശബ്ദം കേട്ടു. അബ്രഹാമേ ബാലകൻ്റെ മേൽ കൈവെക്കരുത്, അവന് പകരമായ ഒരു ആട്ടിൻകുട്ടി ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി മാതാവേ പിതാവേ, നിൻ്റെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം, നീ കണ്ട വഴിയല്ല ദൈവത്തിൻ്റെ വഴി. ഒരു വഴിയായി ഇസഹാക്കുമായി യാഗപീഠത്തിൽ യാഗത്തിന് വേണ്ടി പോകുമ്പോൾ അവനറിയാതെ ഒരാട്ടിൻകുട്ടിയെ മറുകരയിൽ കൂടി ഒരുക്കിയവനാ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം. കാര്യം മനസ്സിലാകുന്നവർക്ക് ഇന്ന് രാത്രി ആര് കരമുയർത്തും? ഒരു വശത്തു കൂടി നിനക്ക് ക്യാൻസർ ആഞ്ഞടിക്കാം, എന്നാൽ ഇന്ന് രാത്രി പറയണം, മറുവശത്തു കൂടി ദൈവത്തിൻ്റെ കൃപ വരുന്നുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി സാധാരണ ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നത്. കാര്യം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവം ആര്? നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ പിണ്ടാകാരമായിരുന്നപ്പോൾ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി അണ്ടഘടകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെ ചന്ദ്രനെ അതിൻ്റെ ഓർബിറ്റിനകത്ത് ഇന്ന് രാത്രി കറക്കുന്ന ദൈവം, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ആകാശ പാറകളെ വച്ച ദൈവം, അത് കഴിഞ്ഞ് സോംപൂറ ഗാലക്സിയിൽ ഇന്ന് രാത്രി ഗ്രഹങ്ങളെ വച്ച ദൈവം. അവൻ അറിയാതെ പൂടനാട് എൻ്റെ തലയിലെ ഒരു മുടി നാര് പോലെ താഴെ വീഴുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം അറിയാതെ എൻ്റെ കുടുംബത്തിനകത്ത് ഒരനർത്ഥം വരാൻ ദൈവം അനുവദിക്കയില്ല. ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്കായി സഹോദരി പറ, എൻ്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരായി ഇന്ന് രാത്രി പറ, എൻ്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്.
Something is happened in this moment. The precious moment, the mighty presence surrounded in this evening. ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്കായി പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ മാറ്, കുന്നുകൾ നിന്റെ മുൻപിൽ നീങ്ങിപ്പോകൂ. എന്നാൽ ഇന്ന് രാത്രി കനാനിൽ നിന്നെ വിളിച്ച ദൈവത്തിന്റെ ദയ വിട്ടുപോകാ എന്റെ ദൈവം അനുവദിക്കയില്ല. നീ തകരുവാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. നീ പതറുവാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. ഈ രാത്രി നിന്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി പറയണ ഈ കൺവെൻഷൻ അവസാനിക്കുന്നതിന് മുമ്പ് എൻ്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് എൻ്റെ വീട്ടിനകത്ത് ഒരു മറുപടി കൊണ്ട് തരുവാ ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വാസ. ഹല്ലേലൂയ. ഒരു വഴി പ്രതികൂലം ആഞ്ഞടിക്കും, ഒരു വഴി ഈശാനുമൂലൻ ആഞ്ഞടിക്കും, ഒരു വഴി നാട്ടുകാരും വീട്ടുകാരും പറയും നീ തകർന്നു പോകുമെന്ന്. അതിൻ്റെ നടുവിൽ മുട്ടുമടക്കുമ്പോൾ പറയണം മറുവഴിയായി എനിക്കൊരു വിടുതൽ വരുന്നുണ്ട്. മറുവഴിയായി ഒരു ആട്ടിൻകുട്ടി ഇസഹാക്കിന് വേണ്ടി കയറി വന്നതുപോലെ ഈ വർഷം അവസാനിക്കുന്നതിന് ആത്മാവിൽ ദൂതേറ്റെടുത്ത് ഇന്ന് രാത്രി ഗ്രൗണ്ട് കാലിയാക്കാവൂ. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ മോറിയ പോലുള്ള കണ്ണീരുള്ള വിഷയത്തിനകത്ത് മറുപടി തരുക. ഇസഹാക്കിന്റെ യാഗപീഠത്തിൽ ഇറങ്ങി വന്ന കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ആ കരം തളർന്ന കരമല്ല. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് രണ്ട് ജ്ഞാനികൾ ജ്ഞാനിയെ ശലോമോൻ ദൈവാലയം പടുത്തുയർത്തി. ആയിരക്കണക്കിന് 1,82,000 പരം ആട ഇസ്രായേലിൽ ഇറത്തത്. ആടിന്റെ രക്തം വീഴുന്ന അവൻ നല്ലവൻ, അവൻ്റെ ദൈവം നീക്കമുള്ളത്. ശ്രോത്ര ദൈവസാന്നിധ്യം ഇറങ്ങി. 3 ഇസ്രായേൽ ജനം മിസ്രയീമിന്റെ പാളയത്തിൽ കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാർ ഏൽക്കുമ്പോൾ അവരുടെ കട്ടത ഞാൻ കണ്ടു, കണ്ണുനീര് ഞാൻ കണ്ടു. പെസഹായിൽ ആയിരക്കണക്കിന് ആട്ടിനെ അറുത്തു. അതുമൂലം അവർ വിടുതൽ പ്രാപിച്ചു. ഒരിക്കൽ കൂടി ബൈബിൾ 1 ആദമ്യ കുടുംബം തോലുകൊണ്ട് അവരുടെ നഗ്നത. ഇസഹാക്കിന് പകരമായി ആട്ടിൻകുട്ടി. അത് കഴിഞ്ഞിട്ട് ആലയത്തിനകത്ത് ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ആട്ടിൻകുട്ടി, ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി ആട്ടിൻകുട്ടി. എന്നാൽ എന്നുമെന്നും പാപം ചെയ്ത മനുഷ്യൻ പാളയത്തിനകത്ത്. കുഞ്ഞുങ്ങൾ പഠിക്കണം. പകയും പിടക്കവും കോപവും ദന്തപക്ഷവും ജാരശങ്കയും കുഷ്ഠരോഗവും ടൈഫോയിഡും അഭിഹിത ഗർഭമൊക്കെ വന്നപ്പോൾ യഹൂദനും ജാതികളും ചെയ്തു എന്താ? ഈ മൃഗങ്ങളെ അടിച്ചു കൊല്ലാൻ തുടങ്ങി. കുറുപ്രാവിനെ, അത് കഴിഞ്ഞിട്ട് കാളകളെ, കൗലാട്ടുകൊറ്റന്മാരുടെ യാഗ ഊനമൃഗങ്ങളുടെ രക്തം പടപട യാഗപീഠത്തിൽ വീണപ്പോൾ സ്വർഗം ചോദിച്ചു അയ്യോ അയ്യോ, ഈ ഊനമൃഗങ്ങളുടെ രക്തം വീഴണ്ട. സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തണം. ആർ പോകും? പിതാവിന്റെ സന്ധിയിലുണ്ടായിരുന്നു. അവൻ പറഞ്ഞു ഞാൻ പോകാം. ഇന്ന് രാത്രി മുതൽ ആ കുഞ്ഞാടിനെ ഞങ്ങൾ ഉയർത്തുന്നു. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പെന്തിക്കോസിന്റെ പാപമല്ല, CSIയുടെ പാപമല്ല, മർത്തോമയുടെ പാപമല്ല, ഹൈന്ദവന്റെ പാപമല്ല, ഇസ്ലാമിന്റെ പാപമല്ല. സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരാട്ടിൻകുട്ടി അറുക്കപ്പെടണം. ഈ 15ാമത് കൺവെൻഷൻ ഞങ്ങൾ അവനെ ഉയർത്തുന്നു. അവന്റെ പേരത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. കരമുയർത്തുന്നവർക്ക്. അതുകൊണ്ട് യേശു പറഞ്ഞു ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. സ്തോത്രം. അതാ മത്തായി 2 ജനിക്കുന്നതിന് മുമ്പ് ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ സമയം മുൻപോട്ട് മീക്ക എഴുതി വെച്ചു. മീക്ക 5:2 നീയോ ബേത്ലഹേം എഫ്രാത്ത് സഹസ്രാബ്ദങ്ങളിൽ ചെറുതെങ്കിലും ഉലകത്തെ പുറപ്പെടുവിക്കുന്നവൻ നിന്നിൽ. അതുകൊണ്ട് ഓഗസ്ത്യോസ് കൈസറുടെ കയ്യൊപ്പ് പ്രകാരം മറിയയും യോസഫും എവിടെയെത്തി? ബേത്ലഹേമിലെത്തി. അവിടെ വെച്ച യേശു കുഞ്ഞിൻ്റെ പ്രസവത്തിൻ്റെ സമയം, മറിയയുടെ പ്രസവത്തിൻ്റെ സമയം, യേശു കുഞ്ഞിൻ്റെ ജന്മം. അതാ മീക്ക നീയോ ബേത്ലഹേം എഫ്രാത്ത് സഹസ്രാബ്ദങ്ങൾ ചെറുതെങ്കിലും ഉലക പുറപ്പെടുവിക്കുന്നവൻ നിന്നിൽ നിന്ന്. 2 യെശയ്യാ 7:14 നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ യെശയ്യാ 9:6 നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അത്ഭുതമന്ത്രി, വീരനാം ദൈവ, സമാധാന പ്രഭു, നിത്യപിതാവ്. ജനനത്തിന് മുമ്പ് പുറകിൽ യെശയ്യാ 7:14 ജനനത്തിന് 600 അല്ലെങ്കിൽ ഇന്നേക്ക് 2600 കൊല്ലം മുമ്പ് മശിഹ ജനിക്കുന്നതിന് ഒരു ഭാഗം യെശയ്യാ എഴുതി കന്യക ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേരിടണം. കണ്ടോ? ബാക്കി ഞാൻ തൊടുന്നില്ല. ജനനത്തിന് മുമ്പ് ഇത്രയേറെ മുന്നറിയിപ്പുകൾ ലഭിച്ചത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്. അവൻ ബേത്ലഹേമിൽ ജനിച്ചു, മാതാപിതാക്കളുടെ നടുവിൽ വളർന്നു. 30ാമത്തെ തിരുവയസ്സിൽ ഗലീലയിൽ നിന്ന് നടന്ന് യോർദാനിലെ കലക്കവെള്ളത്തിൽ സ്നാപക യോഹന്നാനാൽ യേശു മുങ്ങി സ്നാനമേറ്റു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ 3.5 വർഷം മിനിസ്ട്രി നടക്കുന്നു. സ്നാപക യോഹന്നാൻ മാറ്റപ്പെടുമ്പോൾ യേശു മിനിസ്ട്രിയിലേക്ക് അവൻ പരമയാഗമാകണം. അപ്പോൾ മത്തായി 21 വരുമ്പോൾ അവസാന നാളിലേക്ക് വരുന്നു. അവൻ ഒലിവുമലയുടെ താഴ്വാരമെത്തുന്നു. ശ്രദ്ധയോടെ ബൈബിൾ കൂടെ ഒലിവുമലയുടെ താഴ്വാരമെത്തിയപ്പോൾ ശിഷ്യന്മാരോട് കൽപ്പിച്ചു, കുഞ്ഞ് എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കഴുതയും കൂട്ടി അഴിച്ചുകൊണ്ട് വരണം. പൂടനാടുകാരും കാട്ടാക്കടക്കാരും ചോദിക്കും, കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട്. ഇന്ന് രാത്രി പ്രസംഗത്തിൻ്റെ കാതലായ ഭാഗം ജനനത്തിന് 550 കൊല്ലങ്ങൾക്ക് പിറകിൽ സെക്കരിയാവ് എഴുതി വെച്ചു. ബൈബിൾ കൂടെ സെക്കരിയാ പ്രവചനം 9:9 സിയോൻ പുത്രിയെ നീ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക,
വിളിക്കുക, യെരൂശലേം പുത്രിയെ നീ ആർപ്പെടുക. സിയോനിൻ്റെ രാജാവ് ജയശാലിയായി പെൺകഴുതയുടെ പുറത്ത് വാഹനമേറി പട്ടണത്തെ ഇളക്കിക്കൊണ്ട് ഇവൻ വരും. അമ്മ അച്ഛ എന്ന് രാത്രി കേൾക്കണം. വനാന്തരത്തിനകത്ത് ഒരു കഴുതയും കുട്ടിയും കിടപ്പുണ്ട്. 5 പ്രത്യേകത. 1, ഭർത്താവ് മരിച്ചതായിരിക്കാം, മേ ബി സെക്കൻഡ് വൺ ഡൈവോഴ്സ് ആയിരിക്കാം. 3, വഴികളെല്ലാം അടഞ്ഞു. 4, കഴുത്തിനകത്ത് കയറ് ബന്ധിച്ചേക്കോ. 5, ലോകം വിധിയെഴുതി എവർ അതിനകത്ത് ആത്മഹത്യ കൊണ്ടങ്ങ് മരിക്കും. സ്വോത്രം. ഇന്ന് രാത്രി പറയണം, നാട്ടുകാരുടെ വിധിയെഴുത്ത് എന്തോ ആകട്ടെ, എന്നാൽ നീ ക്ഷമയോടെ കാത്തിരിക്കുമെങ്കിൽ ഇന്ന് രാത്രി വരുവാനുള്ളവൻ വന്നാൽ നിന്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വചനം ഏറ്റെടുക്കുന്നവർക്ക് 5 പ്രതികൂലം നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ ഇന്ന് രാത്രി പറയണം, 5 മറുപടി അവൻ തരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് 1, കഴുതയുടെ കഴുത്തിൻ്റെ കെട്ടഴിച്ചു. 2, രക്ഷയുടെ വസ്ത്രം വിതറി. 3, പട്ടണത്തിനകത്തെ കഴുത ഇറക്കി. ഇന്ന് രാത്രി പൂടനാട് പറയും, നീ പുറത്തു വരത്തില്ലെന്ന് ദൂതപിശാച് പറയും. എന്നാൽ വരുവാനുള്ളവൻ വന്നാൽ അഭിഷേകത്തിന്റെ ശക്തി നിന്റെ കുടുംബത്തിനകത്ത് ഇറങ്ങിയാൽ ഇന്ന് രാത്രി അടിമനുഖങ്ങളെ പൊട്ടിച്ചുകൊണ്ട് നിന്റെ തലമുറകളെ പുറത്തു കൊണ്ടുവരുക. പ്രസൻസ് ഹോളി സ്പിരിറ്റ് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഈ വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ പുറത്തു വരാതെ ദൂതപിശാച് ബന്ധിച്ച ചില ജീവിതങ്ങൾ ഇന്ന് രാത്രി സ്വർഗത്തിന് ഭൂമിക്ക് നാഥന്റെ കരത്താൽ ഇന്ന് രാത്രി പുറത്തു വരുന്ന രാത്രിയായി മാറട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി 4, നാഥൻ ഈ കഴുതയുടെ പുറത്ത് വാഹനമേറി പട്ടണത്തെ ഇളക്കുന്ന ഇവനാർ, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഇന്ന് രാത്രി ലോകം പറയും നീ പുറത്തു വരത്തില്ല, നാട്ടുകാർ പറയും നീ പുറത്തു വരത്തില്ല, വീട്ടുകാർ പറയും വനത്തിനകത്ത് നിന്റെ കുഞ്ഞിൻ്റെ മരണം നടക്കും. എന്നാൽ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, വരുവാനുള്ളവൻ വന്നാൽ എൻ്റെ നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ദൈവം, നിന്റെ വീട്ടിനകത്ത് ശവപ്പെട്ടി കാണാൻ കാത്തിരുന്നവരുടെ നടുവിൽ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ നിന്നെ ഉയർത്തുന്ന ദൈവം. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാവുന്നു? 2024 ഡിസംബർ മാസം, ഹല്ലേലൂയ, സെപ്റ്റംബർ മാസം അവസാന ദിവസം പറയണം, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. എൻ്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. ആരിന്ന് രാത്രി കരമുയർത്ത്. ഗോശാലകളിൽ മൃഗസമ്പത്ത് കാണത്തില്ല, അത്തിവൃക്ഷത്തിൽ ഫലം കാണത്തില്ല, മുന്തിരി കായ്ക്കത്തില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ആരൊക്കെ നിനക്കെതിരെ ബൗണ്ടറി കെട്ടും നീ പുറത്തു വരത്തില്ലെന്ന് രോഗം പറയും, നാട്ടുകാർ പറയും നിന്റെ വീട്ടിൽ മരണം ഉറപ്പാ, കാട്ടിനകത്ത് പുറത്തു വരത്തില്ലെന്ന് ലോകം പറയും. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാ. ഇന്ന് രാത്രി തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗ കരമുയർത്തുന്നവർക്ക് അധികം നാൾ നീ അടിമ വീട്ടിനകത്ത് കടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ രാത്രി നിന്നെ തകർക്കാൻ പദ്ധതി വെച്ചവരുടെ നടുവ്, നിന്റെ തലമുറകളെ ബന്ധിക്കാൻ പദ്ധതി വെച്ചവരുടെ നടുവ്, നിനക്കെതിരെ മന്ത്രവാദം എഴുതിയവന്റെ നടുവ് ഇന്ന് രാത്രി തല ഉയർത്തുക. കഴുതയുടെ കണ്ണുനീരിനകത്ത് ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ സിസ്റ്റർ, ഇന്ന് രാത്രി ആ കരം തളർന്ന കരമല്ല. ഇന്ന് രാത്രി ചെറുപ്പക്കാര തകരുമെന്ന് ലോകം പറയോ, ലോകം പറയും ഇമ്പോസിബിൾ ഇമ്പോസിബിൾ. എന്നാൽ കൺവെൻഷൻ ആദ്യ രാത്രി പറയണോ, എല്ലാം സാധ്യമാക്കുന്ന ദൈവ, എൻ്റെ ദൈവത്താൽ സകലത് സാധ്യം. ആത്മാവിൽ ഈ രാത്രി വചനം ഏറ്റെടുത്തുകൊണ്ട് ഈ ഗ്രൗണ്ടിനകത്ത് പോകാവൂ. നിന്റെ പരാജയം കാണാൻ നാട്ടുകാർ കാത്തിരിക്കും, നിന്റെ കുടുംബത്തിനകത്ത് മരണം വരുന്നത് കാണുവാൻ കാത്തിരിക്കും, മാനസിക രോഗത്തിൽ ബന്ധിച്ച് നിന്റെ കുടുംബത്തിലൊക്കെ കിടക്കുന്നത് കാണാൻ കാത്തിരിക്കും. എന്നാൽ അതിൻ്റെ നടുവിൽ കഴുതയുടെ പിൻപിലിറങ്ങിയ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. 4 പ്രതികൂലം ആഞ്ഞടിച്ചപ്പോൾ 4 മറുപടി. 5ാമത്തെ മറുപടി, കഴുതയെ ദൈവാലയത്തിൽ കൊണ്ടുവന്നു. യെരൂശലേമിൻ്റെ ദൈവാലയത്തിനകത്ത് ഒരു കഴുതയെ കൊണ്ടുവന്നാൽ കഴുത്ത് ഞെരിച്ച് കൊമ്പൊടിച്ച് താഴേക്ക് കളയും. പക്ഷേ ഇതിനെ ആരും തൊട്ടില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 15ാമത് കൺവെൻഷൻ പറഞ്ഞ 5 കാറ്റ് എനിക്കെതിരെ അടിക്കുമ്പോൾ 5 മറുപടി സ്വർഗത്തിലെ ദൈവം എനിക്ക് തരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് കഴുതയുടെ കണ്ണുനീരിനകത്ത് ഒരു കരമിറങ്ങിയെങ്കിൽ ആ കരം തളർന്ന കരമല്ല. അവൻ ദൈവാലയത്തിൽ വന്ന് മത്തായി 24:1-2 യഹൂദനോടുള്ള പെരുന്നാൾ, അനവധി പെരുന്നാളുണ്ട്. ഓശാന പെരുന്നാൾ, പെസഹ പെരുന്നാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, ആദ്യബലക്കറ്റയുടെ പെരുന്നാൾ, പെന്തിക്കോസ് പെരുന്നാൾ, കാകളനാഥ പെരുന്നാൾ, കൂടാര പെരുന്നാൾ. ശ്രദ്ധയോടെ ഓശാന പെരുന്നാളിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണം നടത്തി. അതിനുശേഷം അവൻ ആലയം വിടുന്നു. മത്തായി 24:1-2 അവൻ ദൈവാലയം വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാർ ആലയത്തിൻ്റെ പണി കാണിച്ചു. ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു ആലയത്തിൻ്റെ പണി കാണുന്നില്ല. യേശു പറഞ്ഞത് കല്ല് കല്ലിന്മേൽ ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. പറഞ്ഞത് AD 30, തകർന്നത് AD 70. അവസാന ദിവസങ്ങൾ മൊബൈലിൻ്റെ പൊട്ടിത്തെറിയിൽ നമ്മളിത് ചിന്തിക്കും. യെരൂശലേമിൻ്റെ ആള് അവൻ ഒലിവുമലയിൽ തനിച്ചിരിക്കുന്നു. ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ബൈബിൾ മത്തായി 24:3-4-5
യേശു ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ്, ലോകത്തിൻ്റെ അവസാനം അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. എൻഡ് ഓഫ് ദ വേൾഡ്, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്, വാട്ട് അബൌട്ട് ദ സിഗ്നൽ? യേശു പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേ. ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാർ കാന്തൻ്റെ വരവിൻ്റെ 4 ചാലുകൾ ബൈബിൾ കോളേജിൽ ഇരിക്കുന്നത് പോൽ മത്തായി 24, 32, 33, 34 അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതായി ഇല തളർക്കുമ്പോൾ വേനൽ. എല്ലാ ദിവസവും പേപ്പറിനകത്തായി, അതാണ് ഇസ്രായേൽ. അങ്ങനെ ഇതെല്ലാം ബൂടനാട് കനാൻകിലും കാണുമ്പോൾ ഒരു ചേട്ടൻ പുറകെ നിൽക്കുന്നു, എതിർ ക്രിസ്തു ദാ വരുന്നു. ഇങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതനോ അറിയത്തില്ല. നോഗയുടെ കാലത്ത് സംഭവിച്ചതുപോലെ കാന്തൻ്റെ വരവ്, ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ കാന്തൻ്റെ വരവ്. ഇതായിരിക്കും നമ്മുടെ കൺവെൻഷൻ്റെ 4 ദിവസത്തെ ബേസ്. 1, അത്തിയാകുന്ന ഇസ്രായേൽ. 2, അവനടുക്ക വാതിൽക്കൽ. ഈ 2 ഭാഗമായിരിക്കും നാം പ്രസംഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു അനവധി കാര്യങ്ങൾ വരവിനെ പറ്റി പറഞ്ഞു. അതിലൊരു വാക്യമാ കുഞ്ഞു വായിച്ചത്, മത്തായി 24, 6, 7 മുഴുവൻ വരവ് അതിനകത്ത്. അതിൻ്റെ പ്രത്യേകത, യേശു ക്രിസ്തുവിൻ്റെ 3 പ്രഭാഷണങ്ങൾ കാലിക പ്രസക്തി ഉള്ളത് ബൈബിളിൽ, സുവിശേഷങ്ങളിൽ. 1, അവൻ്റെ ഗിരിപ്രഭാഷണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആദർശധീരനായ ബാപ്പുജി അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ പരീക്ഷ എഴുതിയത് ഇവിടുത്തെ ആരുടെ ഇത് കണ്ടല്ല, യേശുവിൻ്റെ ഗിരിപ്രഭാഷണം കണ്ടിട്ട് സത്യാന്വേഷണ പരീക്ഷകൾ പുസ്തകത്തിൽ എഴുതി വെച്ചു. എൻ്റെ ജീവിതത്തിൽ അഹിംസയുടെ മൊഴിമുത്ത് തന്നത് ഇസങ്ങളല്ല, മതമല്ല, യേശുദേവൻ്റെ മൊഴിമുത്തുകൾ കരമുയർത്തുന്നവർക്കായി. നിങ്ങൾ വായിച്ചില്ലെങ്കിലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ബാപ്പുജി മത്തായി 7, 8 വായിച്ചു. 2ാമത്തേത് ഒലിവുമല പ്രഭാഷണം, ഇന്ന് രാത്രി കുഞ്ഞു വായിച്ചു. 3ാമത്തെ ഒരു പ്രഭാഷണമുണ്ട്, മാളികമുറി പ്രഭാഷണം. ക്രൂശീകരണത്തിന് മുമ്പ് ശിഷ്യന്മാരോട് സമ്മതിക്കുന്നു, ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിലും വിശ്വസിപ്പിൻ, പിതാവിലും വിശ്വസിപ്പിൻ. പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് മടങ്ങി വന്ന് ചേർത്തുകൊള്ളൂ. 3 പ്രഭാഷണങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ദൈവദാസന്മാർ, സ്കോളേഴ്സിനെല്ലാം. 1, ഗിരിപ്രഭാഷണം. 2, ഒലിവുമല പ്രഭാഷണം. 3, മാളികമുറി പ്രഭാഷണം. ഇതായിരിക്കും 3 പ്രഭാഷണം. കുഞ്ഞുങ്ങളോട് ഞാൻ പ്രത്യേകം പറയുക, എനിക്കാന്നേ തൊണ്ടവേദന എടുത്ത് വല്ലാതെ നിൽക്കുക. 119 സങ്കീർത്തനം നിങ്ങൾ വായിക്കുകയും ഞാൻ ചായയും കുടിച്ച് ഇവിടെ ഇരിക്കുകയും ചെയ്യും. സ്വോത്രം. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നില്ല, സമാധാനമായിട്ടിരിക്കാമെങ്കിൽ അവസാനം രാത്രി ചോക്ലേറ്റും പേനയും തരാം. സ്വോത്രം. ഇനി ഞാൻ ആളെ ഇവിടെ കൊണ്ടിരുത്താൻ സംസാരിക്കുന്നവരെ പേരെഴുതാനായിട്ട് സ്കൂളിലെ കണക്ക്. സ്വോത്രം. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ മിണ്ടാതിരിക്കണം വചനം പ്രസംഗിക്കുമ്പോൾ. സ്വോത്രം. അങ്ങനെയെങ്കിൽ 1, ഗിരിപ്രഭാഷണം. 2, ഒലിവുമല പ്രഭാഷണം. 3, മാളികമുറി പ്രഭാഷണം. അതിനാസ്പദമായി നിന്റെ വരവ്, ലോകാവസാനം. കുഞ്ഞ് വായിച്ചു. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്ക്, ചഞ്ചലപ്പെട്ടു പോകരുത്. ഇനിയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ. 1905 1ാമത്തെ യുദ്ധം, റൂസോ ജപ്പാൻ വാർ. ആ ജപ്പാൻ റഷ്യയെ അടിച്ച് ശരിയാക്കി. അതിനുശേഷം 14 മുതൽ 17, 19 വരെ 1ാം ലോക മഹായുദ്ധം. 39 മുതൽ 45 വരെ 2ാം ലോക മഹായുദ്ധം. 1957 ഇസ്രയേലും പലസ്തീൻ സംഘട്ടനം. 61 അമേരിക്ക വിയറ്റ്നാം. 67 അറബ് ഇസ്രയേൽ വാർ. 71 ഇന്ത്യ പാകിസ്ഥാൻ. 74 വീണ്ടും ഇസ്രയേൽ ലബനോൻ. 80 മുതൽ 90 വരെ ഇറാൻ ഇറാഖ് നിങ്ങൾ കണ്ടു. 90 കുവൈറ്റിൻ്റെ മണ്ടക്കിട്ട് ഇറാഖ് അടിച്ചു. വലിയ കുഴപ്പമില്ലാതിരുന്ന് ലോകം ശരിയായി. 92 അല്പം നമ്മൾ കട്ടം കുടിച്ചിരുന്നപ്പോഴാണ് 2022 ഫെബ്രുവരി മാസം 22-ാം തീയതി റഷ്യ ഉക്രൈനെ ആക്രമിച്ചു തുടങ്ങി. 2 വർഷവും 8 മാസവും കഴിയുന്നു. 4 മാസവും കൂടെ കഴിയുമ്പോൾ 3 വർഷം യുദ്ധം. അത് നാളെ കടക്കാം. ആ യുദ്ധം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ മാസം 7-ാം തീയതി ഒരു യുദ്ധം ആരംഭിച്ചു, ഇസ്രായേൽ ഹമാസ്. എന്താ ഇതിൻ്റെ പ്രശ്നം? ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ. ബൈബിളും ചരിത്രവും മുഴുവൻ കുഞ്ഞ് പ്രവചനങ്ങളിലേക്ക്, കാനാവിലെ കല്യാണമെല്ലാം മുഴുവൻ പ്രവചനങ്ങളിലേക്ക് പോന്ന് ഇന്നത്തെ പത്രവാർത്തയും ബൈബിളും. എന്താ ഇസ്രായേൽ? നാളെ ഒരു ഭാഗം തൊട്ടുവെക്ക്. 1948 മെയ് 14 ഡേവിഡ് ബെൻ ഗൂറിയോൻ കൊടി ഉയർത്തി, ഞങ്ങൾ മടങ്ങി വന്നു, അത്തിച്ചെടിയും. ശ്രദ്ധയോടെ ഇരിക്കണം. 22,160 കിലോമീറ്ററായി ഇസ്രായേൽ. അതിൻ്റെ ഒരു ഭാഗമുണ്ട്, അതിൻ്റെ പേരാ പലസ്തീൻ. 6,750. അതിനകത്ത് 2 പട്ടണമുണ്ട്. 1 വെസ്റ്റ് ബാങ്ക്, 2 റമല്ല. ഈ ഇസ്രയേലിനോട് ചേർന്ന് ഇപ്പുറത്ത് ഒരു സ്ട്രിപ്പുണ്ട്, അതിൻ്റെ പേരാ ഗാസ. 374 കിലോമീറ്റർ ഗാസ.
അതിനകത്ത് 3 പട്ടണങ്ങൾ, 1 എക്രോൺ, 2 സഗർ, 3 റാഫ, 4 ജാബുലിയ. ഇതാ 23 ലക്ഷം ജനങ്ങൾ പാർക്കുന്ന സ്ഥലം. ഇതിൻ്റെ നടുവിൽ, ഇസ്രായേലിൻ്റെ നടുവിൽ ഒരു സ്ഥലമുണ്ട്, 671 കിലോമീറ്റർ കിഴക്കൻ ജെറുസലേം. ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം, 1970 മുതൽ ഇസ്രയേലിൽ പലസ്തീനിൽ ഭരണം പാലസ്തീൻ്റെ നേതാവ് യാസർ അറാഫത്ത്. ഇന്ത്യയുമായിട്ട് ഏറ്റവും അധിക ബന്ധം പുലർത്തി മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു യാസർ അറാഫത്ത്. അത് കഴിഞ്ഞ് 1982 2 സംഘടനകൾ ഇറങ്ങി വന്നു. അന്ന് ഒന്ന് പലസ്തീനിൽ ഒരു സംഘടന വന്നു, അതിൻ്റെ പേരാ ഹമാസ്. 85 ലെബനോനിൽ ഒരു സംഘടന വന്നു, അതിൻ്റെ പേരാ ഹിസ്ബുള്ള. 90 യമനിൽ ഒരു സംഘടന വന്നു, ഇതിൻ്റെ പേരാണ് ഹൂത്തി വിമതർ. ഇവരാര്? എല്ലാവരും കേൾക്കണം. ഇറാനിൽ പണ്ടൊരു രാജാവുണ്ടായിരുന്നു, ഇസ്രായേലുകാരെയൊക്കെ ഓടിച്ചൊരു രാജാവ്, അവൻ്റെ പേരാ ഹാമാൻ. ഹാമാനിൽ നിന്ന് അഗശരോഷും ഹാമാനും അല്ല, അത് ബൈബിൾ. അതിനുശേഷം അന്തിക്കോസ് എപ്പിഫാനോസൊക്കെ ഇറാനിൽ നിന്നും സിറിയയിൽ നിന്നുമൊക്കെ ഇറങ്ങിയതാണ്. സിറിയയിൽ അന്തിക്കോസ് എപ്പിഫാനോസും ഇറാൻ്റെ ഒരു പഴയ ചക്രവർത്തി ഉണ്ടായിരുന്ന ഹാമാൻ, അവൻ്റെ പേരിൽ ഇറങ്ങിയ 3 ഗ്രൂപ്പാണ് എച്ച് തുടങ്ങുന്നത്. അത് പലസ്തീനിൽ ഹമാസ്, അത് കഴിഞ്ഞ് ലെബനോനിൽ ഹിസ്ബുള്ള, യമനിൽ അതിൻ്റെ പേര് ഹൂത്തി. ഇതെല്ലാം വെച്ച് അവർ 3 പേരുമായി ഇസ്രായേൽ സംഘടനത്തിൽ. ഇനി കാര്യത്തിലേക്ക്, ഒക്ടോബർ മാസം 7-ാം തീയതി നടന്ന അടി ബൈബിളിനകത്തുണ്ടോ? ഇന്ന് ഇസ്രായേൽ നിലവിളിക്കോ? കുഞ്ഞു വായിച്ച് സഹായിക്കാം. ആമോസിൻ്റെ പ്രവചനം 2-ാം അധ്യായം 5. നിങ്ങളുടെ പത്രവാർത്ത മുഴുവൻ ഈ ബൈബിളിനകത്ത്. ആമോസ് 2-ന്റെ 5-ാമത്തെ വാക്യം കുഞ്ഞു വായിച്ച് സഹായിച്ചാട്ടെ. ഞാൻ യഹൂദയിൽ ഒരു തീ അയക്കും. ഇതാണ് ഒക്ടോബർ മാസം 7-ാം തീയതി. ഞാൻ യഹൂദയിൽ ഒരു തീ അയക്കും, അത് യെരൂശലേമിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. യെരൂശലേമിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. അതാ ഒക്ടോബർ 7. ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രയേൽ ഗാസ ബോർഡർ പറഞ്ഞുതരാം. ഈ വെള്ളറ കഴിഞ്ഞാൽ കുറേ സ്ഥലമുണ്ട്. ചെറിയ കൊല്ല, പുലിയൂർശാല, കാരക്കോണം, കൊടവിളാകം, പാറശാല. ഒരു സൈഡ് കേരളം, അപ്പുറത്തോട്ട് പോകുന്നതുണ്ട് മുക്കൂട്ടുകല്ല്, പളുകല്, താന്നുമൂട്, പ്രാകല്, മേൽപ്പുറം, മേൽപ്പാല, ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ. ഇത് വല്ലവരും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ചൊവ്വായിന്ന് വന്നവരാ സ്വോത്ര. ഇതിനാ ബൈബിൾ എടുക്കണമെന്ന് പറയുന്നു സ്വോത്ര. ഇപ്പുറം കേരളവും അപ്പുറം തമിഴ്നാടും. അപ്പോൾ ഈ ഗാസയുടെ ബോർഡറിൽ ഒരു ഗേറ്റുണ്ട്, ഈ ചെറിയൊല്ലയിൽ കാണുന്നുള്ളത്. ആ ഗേറ്റിൻ്റെ പേര് എക്രോൺ. അവിടെ 400 പടയാളികൾ ഫുൾ ടൈം ഇസ്രയേലിൻ്റെ നിൽക്കുന്നതാണ്. ഇസ്രയേൽ ഗാസ പറഞ്ഞുതരാം. ഇതിൻ്റെ പ്രത്യേകത എന്താ? അന്ന് ഒക്ടോബർ 7 കഴിഞ്ഞ വർഷം ശനിയാഴ്ച അവരെ സൂക്കോത്ത് പെരുന്നാളായിരുന്നു. അന്ന് 360 പേർ നമ്മൾ ഓണാഘോഷത്തിന് പോയോല പോയി അവസര ഹമാസും ടീമും തക്കത്തിൽ ഉപയോഗിച്ചു. അന്ന് ഉച്ചയ്ക്ക് ഇസ്രയേലിനകത്ത് രാവിലെ ഉച്ചയ്ക്കായിട്ട് ആക്രമണം. ഏകദേശം 1400ഓളം പേർ മരിച്ചു. ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി, ലോക ചരിത്രത്തിൽ 48 മെയ് 14 അവൻ സ്വാതന്ത്ര്യമായി. നാളെ പറയാം. അതിനുശേഷം ഇത്രയും ജനം മരിച്ചത് അന്നാണ്. അതാ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ആമോസ് എന്ന് പറയുന്ന പ്രവാചകൻ എഴുതിയൊരു കാര്യമുണ്ട്. ഞാൻ യഹൂദയ്ക്ക് ഒരു തീ അയക്കും, യെരൂശലേമിൻ്റെ അരമനകളെ ദഹിപ്പിച്ച് കളയും. ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ ഈറ്റുനോവിൻ്റെ ആരംഭം. ഇതിനോടനുബന്ധിച്ച് 1 വർഷമായി യുദ്ധം തീരത്തില്ല. 4 പ്രവചനങ്ങൾ ബൈബിളിനകത്ത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഹമാസ് മാത്രമല്ല ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. 1 തുർക്കി, 2 സിറിയ, 3 ലെബനോൻ, 4 ഇറാൻ, 5 അഫ്ഗാൻ, അത് കഴിഞ്ഞ് യമനിലെ ഹൂത്തി വിമതർ. ഈ 7 പേരെയും ഇവൻ പടിപടിയായിട്ട് ശരിയാക്കും. അതിലൊന്ന് തുടങ്ങി ഹമാസിനെ ഏകദേശം ശരിയായപ്പോൾ 2 ലെബനോനിലേക്ക് കടന്നു കയറി. ഇതിവിടം കൊണ്ടൊന്നും തീരത്തില്ല. 7 രാജ്യങ്ങൾ അവൻ്റെ പട്ടികയിലുണ്ട്. ഹമാസ് മാത്രമല്ല ഇസ്രയേലിനെതിരെ അറ്റാക്ക് കൊണ്ടുവന്ന്. അതിനകത്ത് അഫ്ഗാനുണ്ട്, ഇറാനുണ്ട്, അത് കഴിഞ്ഞ് തുർക്കിയുണ്ട്, സിറിയയുണ്ട്, പ്രോക്സി, അത് കഴിഞ്ഞിട്ട് യമനുണ്ട്. എവരെയെല്ലാം അടിക്കും. അതുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ ആര് പറഞ്ഞാലും വി ആർ അറ്റ് വാർ. ഇനി ഇപ്പോൾ നടക്കുന്ന അടി നമ്മുടെ ബൈബിളിനകത്തുണ്ടോ? 4 വാക്യങ്ങൾ പടപട കുഞ്ഞു വായിച്ചു തരും. ആമോസിൻ്റെ പ്രവചനം 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഇസ്രായേൽ ഹമാസ് സംഘടന ബൈബിളുള്ളവർ കൂടെ എടുക്കണം. ആമോസ് 1-6-7 വാക്യങ്ങൾ കുഞ്ഞു വായിച്ച് സഹായിച്ചേട്ടെ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞങ്ങളല്ല, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഗസയുടെ 3-4 അതിക്രമ നിമിത്തം. സമാധാനത്തിലേ ഇനി ഞാൻ പോകും. സ്പീഡിൽ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. 3-4 അതിക്രമ നിമിത്തം അവർ ഏദോമിനെ ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കയാൽ ഇസ്രയേലിൽ നിന്ന് 100-200 ചില്ലുവാനം പേരെ പിടിച്ചുകൊണ്ടുപോകും. അതായി 5-ാമത്തെ അതിക്രമം. അതിൽ 100 പേരെയോളം അവർ തട്ടി
കുറച്ച് പേരെ വിട്ടു, കുറച്ച് പേര് അതിൽ കിടപ്പുണ്ട്. ഏദോമിലേക്ക് ആൾക്കാരെ വീരന്മാരെ പിടിച്ചു കൊണ്ടുവന്നൊരു കാലം. ഗാസ ഇസ്രയേൽ സംഘടനം, ഏഷ്യാനെറ്റിലെ വിനുവോ മനോരമയിലെ ജോണിയോ റിപ്പോർട്ടിലെ മൊട്ടയോ ഇവരാരും പറയാത്തതാ ഗാസ ഇസ്രയേൽ. കേട്ടോണം, 2003 ഗാസ ഇസ്രയേലിൽ ഒന്നാമത്തെ സംഘടനം 450 പേർ മരിച്ചു. 2007 ദ സെക്കൻഡ് കോൺഫ്ലിക്റ്റ് വിത്ത് ഗാസ ഇസ്രയേൽ, അതിനകത്ത് 1500 പേർ മരിച്ചു. 2013 ഗാസ ഇസ്രയേൽ സംഘടന ഉണ്ടായി, അന്ന് 4000 പേര് മരിച്ചു, UN ഇടപെട്ട് നിർത്തി. 2020 അടുത്ത സംഘടന കോവിഡ് കാലത്ത് ഗാസ ഇസ്രയേൽ, അന്നൊരു മലയാളി പെൺകുട്ടി മരിച്ചു, പാവൻ ഷെല്ലാക്രമണത്തിൽ മരിച്ചു. ഇടുക്കിക്കാരി സൗമ്യ സന്തോഷ് കരമുയർത്തുന്നവർക്കായി ഇസ്രയേലിൻ്റെ അംബാസഡർ ഇടുക്കി അവരുടെ വീട്ടിൽ വന്ന് പൈസയും കൊടുത്തു, ആൾക്കെല്ലാം ജോലിയും കൊടുക്കാന്ന് പറഞ്ഞ് എത്ര ക്ലിയറായി. 4 എണ്ണം കഴിഞ്ഞു. അതിനുശേഷം കൊടുങ്കാറ്റിന് മുമ്പിട്ടുള്ള ശാന്തതയായിരുന്നു മക്കളെ. കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി ആക്രമണം തുടങ്ങി. ഇസ്രയേലിൻ്റെ ഭടന്മാരെ പിടിച്ചുകൊണ്ടുപോയി. ഇന്ന് രാത്രി കനാൻകിൽ നിങ്ങൾ നിൽക്കുമ്പോഴും അവർ ഹമാസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. അടുത്ത വാക്ക് വായിക്കാം. അടുത്ത വാക്ക് ആമോസ് 1:6-7. അടുത്ത വാക്ക് വായിച്ചോ മക്കളെ. ഞാൻ ഗസയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും. ഇന്ന് രാത്രി ഇതാ നിങ്ങളുടെ ഏഷ്യാനെറ്റ്, നിങ്ങളുടെ വീട്ടിൽ വന്ന മനോരമ പേപ്പർ, ദേശാഭിമാനി അല്ലെങ്കിൽ കേരള കൗമുദി, എല്ലാ പേപ്പറിലും കഴിഞ്ഞ ഒക്ടോബർ 7 കഴിഞ്ഞൊരു വാർത്ത ഉണ്ടായിരുന്നു. ഗാസ തീഗോളം കരമുയർത്തുന്നവർക്കായി. ഇത് രാത്രി ഏഷ്യാനെറ്റ് പറയുന്നതിന് മുമ്പ്, മനോരമയുടെ പേപ്പർ പറയുന്നതിന് മുമ്പ്, 2600 കൊല്ലം മുമ്പ് ഞങ്ങളുടെ ബൈബിൾ പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് രാത്രി വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമടുത്തേ. സ്വോത്ര ഇന്ന് പഴയ ന്യൂസ് എടുത്താൽ മതി, അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഗാസ തീഗോളം. അടുത്ത വാക്ക് മോള് വായിച്ചാട്ടെ. അടുത്തത്, അത് അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ഈ യഹൂദൻ ഇസ്രായേൽ, ഞങ്ങൾ ആരും യുദ്ധത്തിന് സപ്പോർട്ടല്ല, എങ്ങനെങ്കിലും ഒന്ന് നിന്ന് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുക. 43,000 പേരെ കൊന്നു, 12,000 കുഞ്ഞുങ്ങളെ കൊന്നു, ഒന്നും അറിയാത്ത കൊച്ചുങ്ങളെ. സ്വോത്രം. അരമന, അൽ ജസീറയുടെ ടെലിവിഷൻ, ആശുപത്രി, ഗാസയിലെ സ്കൂള് മുഴുവൻ അവൻ നശിപ്പിക്കും. ബൈബിൾ അത്ര ക്ലിയറായി. അടുത്ത വാക്ക് മോള് വായിച്ചാട്ടെ. അടുത്ത വാക്ക് ഞാൻ അസ്തോദിൽ നിന്ന് നിവാസിയെയും അസ്കലോനിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവനെയും ഛേദിച്ചു കളയും. അതാ ഒക്ടോബർ മാസം 7-ാം തീയതി ഞാൻ സൂചിപ്പിച്ചതുപോലെ വെള്ളറട, പനച്ചിമൂട്, പളുകല്, അതിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന കേരള ബോർഡറിൽ കിടക്കുന്ന പോലെ ഇസ്രയേലിൻ്റെ ബോർഡറിൽ ഗാസയായിട്ടൊരു സ്ഥലമുണ്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നിങ്ങൾക്കും പ്രസംഗിക്കാം. 5 സ്ഥലങ്ങളാണ്: അഷ്തോദ്, അഷ്കലോൻ, ലൂദ്, കിര്യാത് ഗട്ട്, ബേർഷബ. വെള്ളറടയെന്ന് പോയാൽ ഒരു സൈഡ് തമിഴ്നാട്, ഒരു സൈഡ് കേരളം പോലെ, കേരളത്തിൻ്റെ 5 ഭാഗം കിടക്കുന്ന പോലെ കിടക്കുന്ന സ്ഥലമാണ്. ഒരിക്കൽ കൂടി അഷ്കലോൻ, അസ്തോദ്, കിര്യാത് ഗട്ട്, ബേർഷബ, ലൂദ്. ഈ 5 ഭാഗങ്ങളിൽ നിന്ന് ഒറ്റ എണ്ണത്തിനെ ഇല്ല. എല്ലാത്തിനെയും പിള്ളേർ, മലയാളി പിള്ളേർ, അപ്പച്ചന്മാരെ അമ്മച്ചാരെ ആംബുലൻസിൽ കൊണ്ടുപോയി. അതാ ഒക്ടോബർ 7. ഇന്ന് മൊബൈലിൽ അടിച്ചാലും കിട്ടും. ഒക്ടോബർ 7 ഹമാസ് അറ്റാക്ക്. അസ്തോദിൽ നിന്നും അഷ്കലോനിൽ നിന്നും നിവാസികളെ ഇല്ലാതാക്കി കളയും. 2ാമത്തെ ഭാഗം ഇസ്രായേൽ പലസ്തീൻ, ഇന്നത്തെ ഹമാസ് സംഘടന. എടുക്കാൻ മോളെ രമ്യ പ്രവചനം 47:5-6-7. ഇന്നത്തെ ചാനലുകാർ പറയുന്നതിന് മുമ്പ് എല്ലാം ഞങ്ങളുടെ ബൈബിൾ. ജെരമ്യ ചാപ്റ്റർ 47, 5, 6, 7. ഇന്നത്തെ ഇസ്രായേൽ ഹമാസ് സംഘടന. മോള് വായിച്ചാട്ടെ. ഗസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ ആൾക്കാർ വിചാരിക്കും നമ്മുടെ പൂർണ്ണാട് നിന്ന് കാട്ടാക്കടയിൽ നിന്ന് ചില ബാർബർമാരെ കൊണ്ടുപോയി അവിടെ തലമുടി വെട്ടുവന്നല്ല. അതാ പ്രവചന ഭാഷ. ഇന്നത്തെ ഹമാസിൻ്റെ ലീഡർമാരെ മുഴുവൻ ഇസ്രായേൽ കൊന്നുകളയും. ഇനി ഒരുത്തനെയും കൂടെ കൊന്നാൽ ശാന്തി വരും. സ്വോത്രം. അതിൽ അവസാനത്തെ കണ്ണിയായിരുന്ന ഇസ്മായിൽ ഹനിയ. ഇന്നൊരുവനുണ്ട്, കൈ മൊബൈലും ഇല്ല, കാര്യമില്ല. അവൻ്റെ പേരാ യാഹിയ സിൻവാർ. ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രയേലിനെതിരെ പട നയിച്ച ഹമാസിൻ്റെ പോരാളിയുടെ പേരാ യാഹിയ സിൻവാർ. അവനെ തട്ടുന്നത് വരെ ഇവൻ മിണ്ടത്തില്ല, അടിച്ചുകൊണ്ടേയിരിക്കും. സ്വോത്രം. അതുകൊണ്ട് കർമ്മ ന്യൂസ്, മറുനാടൻ മലയാളി എല്ലാവരും ഇത് കൊടുക്കുന്നത്. ഗാസ, ഓൾ ദ ടോപ്പ് മോസ്റ്റ് ലീഡേഴ്സ് ഓഫ് ഹമാസ് കിൽഡ് ബൈ ഇസ്രായേൽ മൊസാദ്. അതിൻ്റെ നേതാക്കളെ മുഴുവൻ കൊല്ലും. എന്നിട്ടേ ഉള്ളൂ. അടുത്ത വാക്ക് വായിച്ചിട്ട് മോളെ. ഗാസയ്ക്ക് കഷണ്ടി. അടുത്ത വാക്ക് അവരുടെ താഴ്വരയിലെ ശേഷിപ്പായ, അവരുടെ താഴ്വര, ദ ബോർഡർ ഓഫ് ദ ഇസ്രായേൽ. കേട്ട് പഠിച്ചോണ്ട് നാളെ ഇത് പറയത്തില്ല. അഷ്കലോൻ. വായിച്ചിട്ട് മോളെ. അവരുടെ താഴ്വരയിലെ ശേഷിപ്പായ അസ്കലോൻ മുടിഞ്ഞുപോയി. അതാ അവന്മാരെ ഹമാസിന്റെ റോക്കറ്റ് രാവിലെ വന്ന് എല്ലാം കത്തിച്ച് കളഞ്ഞു. വീടും കൂടും 1500 പേര് മരിച്ച്. അടുത്ത വാക്ക് എത്രത്തോളം നിന്നെ തന്നെ മുറിവേൽപ്പിക്കും. ഇസ്രായേലേ,
നീ എത്രത്തോളം നിന്നെ തന്നെ മുറിവേൽപ്പിക്കും. അടുത്ത വാക്ക്, അയ്യോ അയ്യോ യഹോവയുടെ വാളെ, യഹോവയുടെ വാളേ, നീ എത്രത്തോളം വിശ്രമിക്കാതെ ഇരിക്കും. എത്രത്തോളം വിശ്രമിക്കാതിരിക്കും. ഒരു വർഷമായി തീരത്തില്ല ഈറ്റുനോവിന്റെ ആരംഭം. അടുത്തത്, നിന്റെ ഉറയിൽ കടക്കുക, നിന്റെ ഉറയിൽ കിടക്കുക, വിശ്രമിച്ച് അടങ്ങിയിരിക്കുക. അവിടെ നിൽക്കട്ടെ മോളെ. യുദ്ധം തീരുമോ? ഇത് ലോകമഹായുദ്ധമൊന്നും ആകത്തില്ല. ആ ചാനലുകാർ വെറുതെ എഴുതി കാണിക്കുക ഇത് മൂന്നാം ലോകമഹായുദ്ധമാവുമെന്ന്. മൂന്നാം ലോകമഹായുദ്ധമൊന്നും ഇതാവത്തില്ല. അതിൻ്റെ അർത്ഥം ചില ലീഡേഴ്സിനെ കൊന്നു കഴിയുമ്പോൾ, അമേരിക്കയിലെ ഭരണമാറ്റവും കൂടെ വരുമ്പോൾ, ഇസ്രയേൽ എടുത്ത വാള് തന്നെ അവൻ താത്തുവെക്കും. അതിൻ്റെ ഒരു പരിപാടിയാണ് ഗ്രേറ്റർ ഇസ്രയേൽ. ഇസ്രയേൽ വലുതാക്കാൻ പോവുക. ഗാസയിൽ നമ്മുടെ തിരുവനന്തപുരത്ത് കിടന്ന അച്ചായൻ എവിടെ പോയി? കാസർഗോഡ് പോയി. അവിടെ ഉപ്പളയിൽ ചെന്നിട്ട് 2 ഏക്കറാ സർക്കാർ കൊടുത്തത്, 8 ഏക്കറൂടെ കുറ്റിയടിച്ച്. സന്തോഷമില്ലല്ലോ? സ്വോത്രം, പട്ടയം പോലെ സ്വോത്രം. ഈ മറവിൽ ഇവർ ചെയ്യുന്നത് 374 കിലോമീറ്റർ ഗാസ പിടിച്ചു. സിറിയയുടെ 100 വില്ലേജ് പിടിച്ചു. ഇപ്പം യേശുക്രിസ്തുവിൻ്റെ വാസസ്ഥലം 2 ലെബനോനിൽ കിടക്കുക. 1 ഗലീലിയ, 2 അടുത്തത് നസറേത്ത്. ഇതൂടെ അവൻ കുറ്റിയടിക്കും. ഓടും തോറും അവൻ കമ്പിവേല് കിട്ടും. അതിൻ്റെ പരിപാടിയാണ് ഇപ്പം നടക്കുന്നത്. അതാസ്പദമായി അവർ പറയുന്ന 22,160 പണ്ട് അബ്രഹാം അപ്പച്ചൻ വന്ന് സർവേ കല്ലിട്ട സ്ഥലമെല്ലാം ഞങ്ങൾ പിടിക്കുമെന്ന്. സ്വോത്രം. അതാ ഈ നെതന്യാഹുവിൻ്റെ പരിപാടി. ചാനലുകാരെന്തോ പറയട്ടെ, അവൻ്റെ പരിപാടി ട്രംപിനോട് ചേർന്ന് ഗ്രേറ്റർ ഇസ്രയേലാണ്. അതാ ഇരമ്യാവ് പറയുന്നത്. അടുത്തത് ഇന്നത്തെ ഇസ്രയേൽ ഗാസ. സെഫന്യാവിൻ്റെ പ്രവചനം 2-ാം അധ്യായം 4, 5, 6. മോള് വായിച്ച് സഹായിച്ചാട്ടെ. നിങ്ങൾ ബൈബിൾ കൊടുത്താട്ടെ. നിങ്ങളിതെല്ലാം പഠിക്കണം. സെഫന്യാവിൻ്റെ പ്രവചനം 2-ാം അധ്യായം 4, 5, 6. ഓൺ ഗോയിങ് ഹമാസ് ഇസ്രയേൽ കോൺഫ്ലിക്റ്റ്. വായിച്ചാട്ടെ മോളെ. ഗസ നിർജ്ജനമാകും, ഗാസ നിർജ്ജനമാകും. പത്രം വായിച്ചൊരു മതി. കണ്ടില്ല ചായ? അനവധി കുഞ്ഞുങ്ങളെ എടുത്ത് എല്ലാം കൂടെ പെട്ടിയും കിടക്ക എടുത്ത് പോകുന്നു ഗാസയിൽ നിന്ന്. വല്ലവരും ഉണ്ടോ? ആകാശത്തിൽ നിന്ന് ഹെലികോപ്റ്ററിൽ നിന്ന് ലഘുലേഖ കൊടുക്കുക, സ്ഥലം കാലിയാക്കിക്കോണം. വിമാനത്തിൽ നിന്ന് ലഘുലേഖ കൊടുക്കുക. നിങ്ങൾ ഇടയ്ക്ക് ടെലിവിഷൻ കാണണം. കറുത്തമുത്ത് കാണാനല്ല, ഗാസയുടെ സംഭവം കാണും. കുഞ്ഞുങ്ങളുമായി കെട്ടിപ്പറക്കി വാഹനത്തിൻ്റെ പുറയിൽ കരഞ്ഞുകൊണ്ട് പോവുക. എല്ലാം പോയി. ഗാസ നിർജ്ജനമാകും. എല്ലാം ഇസ്രായേൽ കുറ്റിയടിച്ച് വീട് പണിയാൻ. അടുത്തത് വായിച്ചാട്ട് മോളെ. ഇതെല്ലാം ഇവിടെ നടക്കും. അടുത്ത വാക്ക്, അസ്കലോൻ ശൂന്യമായി തീരും. ദാണ്ടെ ബോർഡറിലുള്ള, ഞാൻ വെള്ളയുടെ കേരളം പറഞ്ഞ പോലെ അടി വരുമോന്ന് അറിഞ്ഞു. അഷ്കലോനിലുള്ള എല്ലാ ആൾക്കാരെയും കിഴക്കൻ ജെറുസലേമിലും ടെല്ലവീവിലും കൊണ്ടുപോയി. ഇപ്പം അവിടെ ആളും പേരുമൊന്നുമില്ല, കുറേ ഫാം മാത്രമുണ്ട്. അടുത്തത് വായിക്കാം. അസ്തോദിനെ അവർ മധ്യാഹ്നത്തിങ്കൽ നീക്കി. അതാ ഉച്ചയ്ക്ക് 1000-ൽ പര ഹമാസിന്റെ റോക്കറ്റ് വന്ന് അഷ്തോദിന്റെ മണ്ടയ്ക്ക് വീണത്. ബൈബിൾ എത്ര ക്ലിയർ. ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് ഒക്ടോബർ 7 അറ്റാക്ക് നിങ്ങളുടെ ഗൂഗിളിനോട് പറഞ്ഞാൽ ഈ ബൈബിൾ വാക്യം കൂടെ നോക്കിയാൽ മതി. ക്ലിയർ ആയിട്ട് അതെല്ലാം കാണാം. അടുത്ത വാക്ക് വായിച്ചാട്ടെ. എക്രോന് നിർമൂലനാശം വരും. ഫസ്റ്റ് ബോർഡർ ഗാസയിലോട്ട് ആദ്യം കയറുന്നതാ. വെള്ളറട കഴിഞ്ഞ് കളിയറിലോട്ട് പോകുന്ന ആദ്യത്തെ ബോർഡറാ എക്രോൻ. എക്രോനെ ആദ്യം തന്നെ അടിച്ച് അവർ നിരത്തി ഗാസ. അടുത്തത് വായിക്കാം. സമുദ്രതീര നിവാസികളായ ക്രേത്യാജാതിയെ വായിച്ചോ മോളെ. അയ്യോ കഷ്ടം. അന്ന് തൊട്ടവന്മാർ കരയുമല്ലയോ? ലെബനോൻ, ഈജിപ്റ്റ്, യോർദാൻ, സിറിയ, അത് കഴിഞ്ഞ് യമൻ, സൗദി അറേബ്യ, ഇറാൻ, ഇറാഖ്, തുർക്കി, ദുബായ്, എല്ലാവരും നിലവിളിയല്ലയോ ഈ യുദ്ധമൊന്ന് തീരുവാൻ. കരമുയർത്തുന്നവർക്കായി സമുദ്രതീര നിവാസികളെ. മെഡിറ്ററേനിയൻ, സൂയസ് കടലിലെ സകല കരഞ്ഞുകൊണ്ടിരിക്കുക. യുദ്ധം ഇപ്പം തീരത്തില്ല. എപ്പം തീരും? 3 കാര്യം. അത് കഴിഞ്ഞ് 4 സെക്കരിയ പ്രവചനം 9, 5, 6. ഹമാസ് ഇസ്രായേൽ. ഇന്നത്തെ നിങ്ങളുടെ പത്രവാർത്ത എല്ലാ ചാനലും ഇത് തന്നെ. സെക്കരിയ പ്രവചനം 9, 5, 6. മോള് വായിച്ച് സഹായിച്ചാട്ടെ. വായിക്കാം. അസ്കലോൻ അത് കണ്ട് ഭയപ്പെടും. അതാ ഒക്ടോബർ മാസം 7-ാം തീയതി ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ സംഘടന മൊസാദ്. നാളെ പറഞ്ഞുതരാം. അത് കണ്ടവർ ഭയപ്പെടും. അവർ പോലും അറിഞ്ഞില്ല 360 പേര് ലീവിന് ചായ കുടിക്കാൻ പോയപ്പോൾ ഇവരിങ്ങനെ കയറുമെന്ന്. അതിൻ്റെ നേതാവ് യഗിയാ സിൻവർ 7 രാജ്യങ്ങൾ കട്ടയ്ക്ക് പുറയിൽ. അഷ്കലോൻ അത് കണ്ട് ഭയപ്പെടും. അടുത്ത വാക്ക്. ഗസയും എക്രോനും കണ്ട് ഏറ്റവും വിറയ്ക്കും. അതുകൊണ്ട് രാവും പകലും 100 ഫൈറ്ററുകൾ ഈ ഗാസയ്ക്കകത്ത് ഇസ്രയേലിൻ്റെ വിമാനത്തിൻ്റെ ഹുങ്കാരം. ആൾക്കാർ ജീവനം കൊണ്ട് ഓടിപ്പോന്ന് വിമാനത്തിൻ്റെ സൗണ്ട് കേട്ട് ജനലിൻ്റെ വീടുകൾ പൊട്ടിയെന്ന് നിങ്ങളുടെ പത്രവാർത്ത കണ്ടോ? ഫൈറ്ററുകളുടെ ശബ്ദം. ഗസയും എക്രോനും കണ്ട് വിറയ്ക്കും. ഭൂകമ്പമല്ല, ആകാശത്തിലെ വിമാനത്തിൻ്റെ ഹുങ്കാരം. അടുത്ത വാക്ക്.
അവളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുമല്ലോ. അറബ് ലീഗിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരും. 57 രാഷ്ട്രങ്ങൾ ആരുടെ നേളിൽ കയറി. ദാണ്ട തുർക്കിയുടെ നേരെ സൗദി അറേബ്യ വന്നു. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ പറഞ്ഞ് അറബ് ലീഗ് 2 പ്രാവശ്യം കൂടി ഇസ്രായേലിനോട് പറഞ്ഞ് യുദ്ധം നിർത്താൻ. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി മോളവാക്യമാക്കല് അവൻ്റെ പേരാ ബെഞ്ചമിൻ നെതന്യാഹു. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളിൽ ഒരാളുണ്ടെങ്കിലും ഒക്ടോബർ 7 ആരൊക്കെ പങ്കെടുത്തു അവരെല്ലാം തീർക്കും. എന്നിട്ട് എന്താ ഇസ്രായേലിനോട് ലോകരാജ്യങ്ങൾ മത്സരിക്കാത്ത? 22,160 കിലോമീറ്റർ ഇസ്രായേൽ. കേരളത്തിൻ്റെ പകുതി 6 ഡിസ്ട്രിക്റ്റ്. ആഷ്കലോൺ, അത് കഴിഞ്ഞ് ടെല്ലവീവ്, അത് കഴിഞ്ഞ് ജെറുസലേം, അത് കഴിഞ്ഞ് ഹൈഫ, അത് കഴിഞ്ഞ് യാഫ, അത് കഴിഞ്ഞ് ദിമോൺ. 6 ഡിസ്ട്രിക്റ്റ്, 22,160. ആകെ എല്ലാം കൂടി 1 കോടിയില്ല. 1 കോടി അമേരിക്ക കിടപ്പുണ്ട്. ഇനി വന്നാൽ 2 കോടി കാണും. സ്വോത്രം. അവനാ ഈ ലോകരാജ്യങ്ങളെ വിറപ്പിക്കുന്ന കാര്യം. ചെറുപ്പക്കാരോട് പറയാം, യവൻ്റെ കയ്യിൽ ഒരു സാധനം ഇരിപ്പുണ്ട് മക്കളെ. അവൻ്റെ പേരാ വൈറ്റ് ഫോസ്ഫറസ്, പൊടയുന്ന കൊടി, പൊടയുന്ന ഒരു പൗഡർ. ഞങ്ങൾ കൺവെൻഷൻ പോകുമ്പോൾ വൈകിട്ട് നിവിയ അടിക്കുന്ന പോലെ കുടയുന്ന ഒരു സാധനം അവൻ്റെ ഇരിപ്പുണ്ട്. സ്വോത്രം. അതുകൊണ്ട് അടിച്ചാൽ ബാക്കി നിങ്ങൾ വായിച്ചുകൊണ്ടാൽ മതി. സമയമുണ്ട്. അവസാനം രാത്രി പറയാൻ സമയം കിട്ടാൻ സാധ്യതയില്ല. വെളിപ്പാടെടുത്താൽ അതടിച്ചാൽ സെക്കരിയ പ്രവചനം 14:12 വായിക്കേണ്ട. വീട്ടിൽ ചെന്ന് വായിക്കണം. അവർ നിവർന്ന് നിൽക്കുമ്പോൾ കുനിഞ്ഞു പോകും. ഈ പൊടി മൂക്കിനകത്ത് കയറിയാൽ നട്ടലിനകത്ത് പഴുപ്പ് തുടങ്ങും. അങ്ങനെ ഒരു സാധനം ആരെയിലുണ്ട്? ഈ യഹൂദൻ്റെയിലുണ്ട്. അതുകൊണ്ടാണ് ഈ ലോകരാജ്യങ്ങൾ അവനെ വിറയ്ക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഇന്നത്തെ UN ജനറൽ സെക്രട്ടറി അന്തോണിസ് ഗുട്ടറാസ് നെതന്യാഹുവിനോട് പറഞ്ഞു, സാറ് അത് കൊടയരുത്. പലരും എന്നോടും വർഷങ്ങളായി പ്രസംഗിക്കുന്നോണ്ട് ചോദിച്ചു, പാസ്റ്ററെ എന്താ ഈ പൊടി കൊടയാത്തത്? ഈ പൊടി കൊടയാത്തതിനൊരു കാരണമുണ്ട് അമ്മാമ്മേ. ആ പൊടി കൊടഞ്ഞ് ഇവിടെ മനുഷ്യന്റെ നട്ടല് പഴുത്ത് സെക്കരിയ എഴുന്നൂൽ അവർ നിവർന്ന് നിൽക്കുമ്പോൾ കുനിയുന്നൊരു കാലം വരാം. അതിനു മുമ്പ് ഇവിടുന്നൊരു കൂട്ടം ഈ തലമുറയിൽ എടുക്കപ്പെടണം. ആരാവർ? യേശുവിന്റെ ചങ്കില ചോരയാ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ എൻ്റെ കാന്തൻ വരാറാ. ഇന്ന് രാത്രി കനാൻ ഹില്ലേ കാലം ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് വാ. മനുഷ്യർ പലരും പറയും, സ്വോത്രം പാസ്റ്റർമാരെന്തോ പറഞ്ഞ് പേടിപ്പിക്കുന്നത്. ഞങ്ങൾക്കാരെയും പേടിപ്പിക്കാനില്ല. വിശുദ്ധ ബൈബിളുണ്ട്. സമയത്തും ആ സമയത്തും നീ ഒരുങ്ങിക്കൊള്ളണം. സ്വോത്രം. കാന്തൻ്റെ വരവിന് വേണ്ടി. അതുകൊണ്ടാണ് ചങ്കേറി ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇവരെല്ലാം ഒരുമിച്ചിട്ട് ഇപ്പം അവർ സമ്മേളിക്കുന്നില്ല. സൗദി അറേബ്യയോടും പറഞ്ഞ് മര്യാദയ്ക്ക് ഇരിക്കാൻ. തുർക്കിയിൽ ഒരു നേതാവുണ്ട്, തൊയ്ബ് എർദോഗൻ. അവൻ ഇസ്രായേലിനെ വെല്ലുവിളിച്ചു. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ, സാറേ സദാം ഹുസൈനെ ഓർമ്മയുണ്ടോന്ന്. പിന്നെ പുള്ളിയെ കാണാനില്ല. സങ്കീർത്തനം വായിക്കുന്നുള്ള തുർക്കിയുടെ പ്രസിഡന്റ് ഇപ്പം മിണ്ടാതിരുന്ന ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. സ്വോത്രം. ഇതായിരിക്കുന്നു സ്വോത്രം. മനസ്സിലാക്കണം. തുർക്കിയുടെ പ്രസിഡന്റ് വിളിച്ച ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ സദാം ഹുസൈന് ഓർമ്മയുണ്ടോന്ന്. സ്വോത്രം. പിന്നെ മിണ്ടിയില്ല. സ്വോത്രം. പിന്നോട് മത്സരിക്കാൻ പറ്റത്തില്ല. അവൻ കരയുന്ന ഒരു ദിനം വരും. അതൊക്കെ പ്രസംഗിക്കാം. അടുത്തത് 9:5-6 മോളൊരു വാക്യം കൂടെ വായിച്ചാട്ടെ. അസ്കലോൻ അത് കണ്ട് ഭയപ്പെടും. ഒക്ടോബർ 7 അടുത്ത വാക്ക്. ഗസയും എക്രോനും കണ്ട് ഏറ്റവും വിറയ്ക്കും. അടുത്ത വാക്ക്. അവളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുമല്ലോ. അറബ് ലീഗ്, സൗദി അറേബ്യ, 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ കൂടി ഒന്നും നടന്നില്ല. ഇസ്രായേൽ പറഞ്ഞു, വി ആർ ഗോയിങ് വാർ. അടുത്തത്. ഗസയിൽ നിന്ന് രാജാവ് നശിച്ചു പോകും. കിടക്കുന്ന ഈ ഹമാസിന്റെ മുഴുവൻ ലീഡർ ഇനി ഒരാളൂടുണ്ട്, ഹിയ സിൻവർ. അവനെ കൂടെ കൈകാര്യം ചെയ്തെങ്കിലേ യവന്മാരി അടി നിർത്തൂ. അമേരിക്ക പറഞ്ഞു, UN പറഞ്ഞു, നാട്ടുകാർ മുഴുവൻ പറഞ്ഞു അടി നിർത്തത്തില്ല. യവന നോട്ടമുണ്ട്. ഹമാസിൻ്റെ ലീഡേഴ്സിനെ കൈകാര്യം ചെയ്യും. ടോപ്പ് മോസ്റ്റ് ലീഡേഴ്സിനെ കൈകാര്യം ചെയ്യും. അതിൻ്റെ നിർണായകമായ സംഭവം അതവിടെ നടക്കുമ്പോൾ രണ്ടാമത് ഇതൊരു സൈഡ് അവൻ അടിച്ചുകൊണ്ടിരിക്കുക. രണ്ടാമത് അവൻ ആരെ ആക്രമിക്കും? ലബനോൻ, സിറിയ. ബൈബിളിലുണ്ടോ? യെശയ്യാ പ്രവചനം 17-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇടവേളയിലേക്ക് പോ. യെശയ്യാ പ്രവചനം 17-ാം അധ്യായം 1-2 വാക്യങ്ങൾ. കുഞ്ഞു വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 17:1-2 വായിക്കാം. ദമ്മേശേക്കിനെ കുറിച്ചുള്ള പ്രവാചകം. സിറിയയുടെ തലസ്ഥാനം ഡമാസ്കസിനെ പറ്റിയ പഴയ നിയമം. ഡമാസ്കസിനെ പറ്റിയുള്ള പ്രവചനം. ഇതാ ദമ്മേശേക്ക് ഒരു പട്ടണമായിരിക്കാത്തവണ്ണം, സിറിയ ഒരു പട്ടണമാകാതിരിക്കാൻ തക്കവണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. ഇതിന്റെ മറവി സിറിയ ഉണ്ടായിരുന്നു. 100 വില്ലേജ് ഇപ്പൊ ഗോലാങ്കുന്നും കൂടെ അവൻ കുറ്റിയിട്ട് സർവേ. സ്വോത്രം. പണ്ട് സഖാവ് VS ഇരുന്നപ്പോൾ ഇടുക്കിയിലെ ഭൂമി കയ്യേറിയത് കുറ്റിയിട്ടോലെ കരിമ്പുലി പോയോലെ ഇപ്പം 100 വില്ലേജ് കൂടെ പിടിച്ച്. സ്വോത്രം. സിറിയ. ദമ്മശേക്കിന് തലസ്ഥാനത്തോട്ട് കയറാനുള്ള ബാക്കിയെല്ലാം കമ്പിവേലി ഇട്ടു. പിടിക്കുക, JCBയും കമ്പിവേലി ഇടുക, എന്നിട്ട് ഇലക്ട്രിക് ലൈൻ കൊടുക്കുക. വല്ലവരും വരും അവിടെ കാണും. സ്വോത്രം. ഇലക്ട്രിക് ലൈൻ കൂടെ കൊടുക്കുക. ഇതാണ് യഹൂദൻ. ഭയങ്കര സാധനവന്, വിശ്വസിക്കാൻ പറ്റത്തില്ല. അടുത്തത് ഇന്ന് നടക്കുന്ന സംഭവം ബൈബിളിൽ. സിറിയ കഴിഞ്ഞു. അടുത്ത 3-ാമത്തെ വൈര്.
അത് ശൂന്യ കൂമ്പാരമായി തീരും. 100 വില്ലേജ് സിറിയയുടെ ശൂന്യ കൂമ്പാരമായി ഇസ്രായേലിന്റെ കയ്യിൽ. അടുത്തത് അരോവേർ പട്ടണങ്ങൾ നിർജ്ജനമായിരിക്കുന്നു. ഇതാണ് ഇന്നത്തെ ലബനോൻ. കരമുയർത്തുന്നവർക്കായി ഇന്നലെ രാത്രിയോ കഴിഞ്ഞ ദിവസം രാത്രിയോ ആയിരക്കണക്കിന് വാഹനങ്ങളുമായി ലബനോനിൽ നിന്ന് ബെയ്റൂട്ട് ഒഴിച്ച് ബാക്കിയെല്ലാം അവൻ തകർത്തു. അതിൻ്റെ പേരാ ലബനോനിൽ ഒരു സംഘടന ഉണ്ട്, ഹിസ്ബുള്ള. അവരുടെ പേജർ അറ്റാക്ക്. എന്താ പേജർ? 2850 മുതൽ 3000 വോളണ്ടിയർമാരുണ്ട്, സന്ദേശം കൊടുക്കുന്നവർ, മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നവർ. അവർ തുർക്കിയിൽ നിന്ന് സന്ദേശം മേടിച്ചുകൊണ്ടിരുന്ന് ഇറാനിൽ നിന്ന് പേജർ ഉണ്ടാക്കാൻ തായ്ലൻഡിൽ കൊടുത്തു. തായ്ലൻഡിൽ നിന്ന് നേരെ ഹംഗറി പോയി. ഹംഗറി ചെന്നപ്പം ബാറ്ററിക്കകത്ത് 3 ഗ്രാം സ്ഫോടക വസ്തു വെച്ചു. പേജറിനകത്ത് നിങ്ങളുടെ മൊബൈലിലെ കണക്കൊരു മെസ്സേജ് വന്നു, പടപട പേജർ പൊട്ടി, ലെബനോൻ ദാഗടക്കുന്ന കരയുന്നു. ഇന്ന് രാത്രി നാം ഇവിടെ ഇരിക്കുമ്പോൾ യുദ്ധം നടത്തുന്നത് ശരിയല്ലെങ്കിലും പറയുക, ബൈബിൾ പ്രവചനങ്ങൾ നിവർത്തിയാകുന്നു. കരമുയർത്തുന്നവർക്കായി ഒരു സൈഡിൽ ഹമാസ്, ഒരു സൈഡിൽ സിറിയ. ദമ്മശേക്കിന്റെ മതിലുകളെ ഇടിച്ച് അതിനെ കൂമ്പാരമായി ഞാൻ കൂട്ടു. ദമ്മശേക്ക് ശൂന്യം. അരോവർ ഇന്നത്തെ ലബനോൻ ബൈറൂട്ട് ശൂന്യ കൂമ്പാരമാവും. ആയിരക്കണക്കിനെണ്ണം വീട് വിട്ടു പോകുന്നു. ഇതെല്ലാം ഒരന്ത്യകാലത്തിൻ്റെ ലക്ഷണം. ഇന്ന് രാത്രി കനാൻ ഹില്ലിനോട് നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. രാത്രി കഴിവാറായി, പകൽ അടുത്തു പോയി. തീർന്നില്ല മക്കളെ. ഒരു 4-5 വാക്യം കൂടി വായിക്കുമ്പോൾ ഇന്ന് നിർത്താൻ. ബാക്കി നാളെ ഇന്ന് രാത്രി കേട്ടോണോ, ഇവിടെ ഒരു അന്തിമ യുദ്ധം നടക്കുമോ? അതിന് മുമ്പ് ഒരു സംഭവം നടക്കുക. ചെറുപ്പക്കാരും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക. ഇന്ത്യ പാകിസ്ഥാൻ ഒരു യുദ്ധത്തിലേക്ക് വരും. ആ സമയത്ത് പാകിസ്ഥാൻ്റെ 40 കോൺസുലേറ്റുമാരെ ഇന്ത്യയുടെ ന്യൂഡൽഹിയിൽ നിന്നൊരു AC ബസ്സിനകത്ത് അവിടെ കൊണ്ട് ചെല്ലും. അപ്പോൾ ഇസ്ലാമാബാദിൽ നിന്ന് ഇന്ത്യയുടെ 40 കോൺസുലേറ്റുമാരെ വാഗാതിർത്തി വരും. 2 പേരെയും പാസ്പോർട്ട് ചെക്ക് ചെയ്യും, ID കാർഡ് ചെക്ക് ചെയ്യും. പാകിസ്ഥാൻകാരെ അങ്ങോട്ട് കൊടുക്കും, ഇന്ത്യക്കാരെ ഇങ്ങോട്ട് മേടിക്കും. പഞ്ചാബിലെ വാഗയുടെ ഗേറ്റ് അടയ്ക്കും. 8 മണിക്കൂർ കഴിഞ്ഞ് പതാക താർത്ത്. എന്നിട്ട് ആ വെടിവെപ്പ് നടക്കുന്നെങ്കിൽ ഈ 3ാമതൊരു ലോകമഹായുദ്ധം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് വാഗാതിർത്തിയിൽ ഒരു കൈമാറ്റം നടക്കുന്നത് പോലെ ഒരു കൈമാറ്റം ഇവിടെ നടക്കാൻ പോന്നു. അതിൻ്റെ പേരായി യാഗം കഴിച്ചെന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു മടങ്ങി വരും. 15ാമത് കന. മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ലേ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട 1.25 ഇല്ല, 1.5 2 ഇല്ല, ഏക നാമം യേശുവിൻ്റെ നാമം. ഇന്ന് രാത്രി പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഓൺലൈൻ മീഡിയ ഇതുവരെ കർത്താവിനെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നെഞ്ചത്ത് കൈവച്ച് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് കാൽവറിയിൽ അറക്കപ്പെട്ടെങ്കിൽ അവന്റെ ചങ്കിലെ ചോരയാൽ എന്നെ ഒന്ന് കഴുകണമെന്ന് ആരിന്ന് രാത്രി കരമുയർത്ത് നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ യേശു വരാറാ.